ഷാൽ വി സ്റ്റാർട്ട്? നമുക്ക് തുടങ്ങാം. അതായത് ഈ കണ്ടംപററി കേരള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, ഈ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞ് അതിങ്ങനെ കാട് കയറി പോകാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ മാക്സിമം കാട് കയറാതെ ഓരോ ഇഷ്യൂ UPSC ചോദിച്ചിട്ടുള്ള ഇഷ്യൂ എടുക്കുക, എന്നിട്ട് അത് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോവുക. സോ അതാണ് നമ്മളിവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പം എന്തൊക്കെയായിരിക്കും ഇത്തവണ UPSC ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ നോക്കുന്നു. അതിൽ ഏത് രീതിയിൽ ഉത്തരങ്ങൾ പറയണമെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൽ എന്തെങ്കിലും കൺസേൺസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കത് റേസ് ചെയ്യാം. വി ക്യാൻ ഡു ഇറ്റ്. ഈ ഒരു ഫോർമാറ്റിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ നോർമൽ സൂം സെഷനിലാണെങ്കിലും പോവാം കേട്ടോ. ഫൈൻ. അപ്പം സോഫാർ എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓക്കെ, ഈ കേരളത്തിൽ നിന്ന് ചെല്ലുന്ന കുട്ടികൾ എസ്പെഷ്യലി ഈ ഫസ്റ്റ് വീക്കിൽ ചെല്ലുമ്പോൾ തന്നെ, അതുപോലെ തന്നെ മെയിലെ സെക്കൻഡ് വീക്കിൽ ചെല്ലുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആ സമയത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഇലക്ഷൻ്റെ റിസൾട്ട് ഭയങ്കര ഒരു പ്രോമിനൻ്റ് സംഭവമായിരിക്കും. ഓക്കെ, അപ്പം ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ പോകുന്നവർ, മെയ് 2 റിസൾട്ട് വരുന്നതിന് മുമ്പ് ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം UPSC ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് കേരള പൊളിറ്റിക്സിനെ പറ്റിയുള്ള 1-2 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ട്രഡീഷണലി UPSC ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ഞാൻ കേരള പൊളിറ്റിക്സിൽ ഭയങ്കര ദീർഘമായ അവഗാഹമുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ കാലാകാലങ്ങളായിട്ട് UPSC ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് നമുക്ക് പറയാവുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൻസേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തെ പറ്റിയുള്ള ഒരു പെർസെപ്ഷൻ അവർക്കുണ്ട്. ആ ഇരിക്കുന്നവർക്ക് കേരളത്തെ പറ്റിയുള്ളൊരു പെർസെപ്ഷൻ ഉണ്ട്. ആ പെർസെപ്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ടൊന്നും നിങ്ങൾ നിൽക്കരുത്. സാർ, കേരളത്തെ പറ്റി അവർ ഭയങ്കര മോശമാണ് ചിന്തിച്ചിരിക്കുന്നത്, ഞാനത് പോയി മാറ്റിയിട്ടുണ്ട്. അങ്ങനൊന്നും എളുപ്പത്തിന് അതൊന്നും മാറത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പെർസെപ്ഷൻസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഒന്നും എടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, അതായത് അവരെന്താണോ നമുക്ക് കേരളത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്, ആ പെർസെപ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കാണ്. ഓക്കെ, ഇപ്പോൾ ട്രഡീഷണലി UPSC കേരള പൊളിറ്റിക്സിനെ പറ്റി അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും UPSCയുടെ ഫ്രണ്ടിൽ ഉള്ള ആദ്യത്തെ ഒരു ചോദ്യം, ഇപ്പം എന്തുകൊണ്ടാണ് കേരളത്തിൽ ലെഫ്റ്റ് റൈറ്റ് പാർട്ടീസ് മാറി വരുന്നത്? എന്താണ് അതിൻ്റെ പർട്ടിക്കുലർ റീസൺസ്? ഓക്കെ, സോ മെനി പീപ്പിൾ മൈറ്റ് ഓൾറെഡി നോ ദാറ്റ് കേരളത്തിൽ ഏതാണ്ട് ഒരു 40% ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി ലെഫ്റ്റ് അലൈഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന് വോട്ട് ചെയ്യുന്നവരാണ് സ്ഥിരമായിട്ട്. ഒരു 35 to 38% ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് റൈറ്റ് അലൈഡ് ആയിട്ടുള്ള പാർട്ടികൾ, അതായത് UDFന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. ഇപ്പം ഇതിൽ ബാക്കിയുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ പലപ്പോഴും ഒരു സ്വിംഗ് പോപ്പുലേഷനായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ സ്വിംഗ് പോപ്പുലേഷൻ ഓരോ സമയം എങ്ങോട്ട് സ്വിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കും, എന്താണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇടത് വലത് മാറി വരുന്നത്? കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്? ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറുന്നതല്ല. 40% ഓഫ് വോട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് പാർട്ടീസിനും ഒരു 35 to 38% ഓഫ് വോട്ട് എന്ന് പറയുന്നത് UDFന്റെ പാർട്ടിക്കാണ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഈ സ്വിംഗ് പോപ്പുലേഷനാണ് യഥാർത്ഥത്തിൽ എങ്ങോട്ട് തിരിയുന്നത്? ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിയുന്നത്. ഈ ബാക്കിയുള്ള ഈ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടുതലും മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഹൈലി ആസ്പിറേഷണൽ ആയിട്ടുള്ള, സാറ്റിസ്ഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ വുഡ് ബി റെഡി ഫോർ എ ചേഞ്ച്, നോട്ട് എ റാഡിക്കൽ ചേഞ്ച്. അപ്പം ഈ സ്വിംഗ് പോപ്പുലേഷൻ വിച്ച് ഈസ് എ കൺസിഡറബിൾ എമൗണ്ട് ഇൻ മെനി ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് വുഡ് ബി സ്വിംഗിങ് ടു എനി വൺ ഓഫ് ദ സൈഡ്. അത് എപ്പോഴും എന്താ സംഭവിക്കുക? ആ റൂളിംഗ് പാർട്ടിക്ക് എതിരായിട്ടാണ് ഈ സ്വിംഗ് പോപ്പുലേഷൻ സ്വിംഗ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം കാരണം ദേ തിങ്ക് ദാറ്റ് ഓക്കെ പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പ്രൊവിഷൻസ് അവർക്ക് കിട്ടും. അങ്ങനെ ആ സ്വിംഗ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും കേരളത്തിൽ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. അതല്ലാതെ കേരളം മൊത്തത്തിൽ ലെഫ്റ്റിലേക്കോ മൊത്തത്തിൽ റൈറ്റിലേക്കോ പോകുന്നതല്ല. അണ്ടർസ്റ്റുഡ്? സോ ഇഫ് എ ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ് വൈ
കേരളത്തിൽ ഈ ലെഫ്റ്റും റൈറ്റും മാറി മാറി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്വിംഗ് പോപ്പുലേഷൻ എലമെന്റ് പറയണം, രണ്ട് ഈ സ്വിംഗ് പോപ്പുലേഷൻ പ്രിഡോമിനൻ്റ്ലി മിഡിൽ ക്ലാസ് പീപ്പിൾ ആണെന്നും അവരുടെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പം റൂളിംഗ് പാർട്ടി മാറി ഒപ്പോസിഷൻ വീണ്ടും പവറിൽ വരുന്നു. ആൻഡ് ദേ ആർ റെഡി ഫോർ എ ചേഞ്ച് ബട്ട് നോട്ട് ഫോർ എ റാഡിക്കൽ ചേഞ്ച്. ഈ മൂന്ന് എലമെന്റ്സ് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു ഗിവ് എ ഗുഡ് ആൻസർ ഫോർ ദാറ്റ്. ഓക്കെ, എനി ഡൗട്ട്? സാറേ ബി ജെ പി എവിടെ പോയെന്ന് ചോദിക്കല്ലേ, ബി ജെ പിയിലേക്ക് നമ്മൾ അടുത്ത ചോദ്യത്തിൽ വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമതായിട്ട് കേരളത്തെ പറ്റി ചോദിക്കുന്ന ചോദ്യം, നോർത്തിലുള്ള മിക്ക സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും, അതായത് മിക്ക സ്റ്റേറ്റിൽ ചെല്ലുമ്പോഴും ബി ജെ പി അവിടുത്തെ ഒരു പ്രോമിനൻറ്റ് പ്ലെയർ ആണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പ്രോമിനൻസ് ഇല്ലാത്തത്? ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ പ്രോമിനൻസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ബി ജെ പി കേരള പൊളിറ്റിക്സിലേക്ക് വരുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. പൊതുവെ ഇവിടുന്ന് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ബി ജെ പിയെ ഭയങ്കര ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് പാർട്ടിയായിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുക കേരളത്തിൽ. മാത്രമല്ല അങ്ങനെ ഒരു ഡയമെൻഷനാണ് പൊതുവെ ബി ജെ പി പറ്റി ഉള്ളത്. ബട്ട് അത്തരം ഒരു ഡയമെൻഷൻ കൊടുക്കുന്നത് അത്ര നല്ലതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്തുകൊണ്ടാണ് ബി ജെ പി കേരളത്തിലെ പ്രോമിനൻറ്റ് പ്ലെയർ അല്ലാത്തതെന്ന് നോക്കാം. ഒന്ന്, ബി ജെ പി ഒരു ലേറ്റ് എൻട്രൻ്റ് ആണ് പൊളിറ്റിക്സിൽ. കേരള പൊളിറ്റിക്സിൽ ബി ജെ പി റിലേറ്റീവ്ലി ലേറ്റ് എൻട്രൻ്റ് ആണ്. രണ്ട്, ബി ജെ പിക്ക് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഫാക്ഷൻ എന്ന് പറയുന്നത്, അതിൽ തന്നെ അതായത് ഹിന്ദുസിൽ തന്നെ കേരളത്തിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള നായസും ഈഴവാസും, ഇവർ രണ്ടുപേരും പ്രിഡോമിനൻ്റ്ലി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ട് ബാങ്ക്സ് ആണ്. ഇപ്പം നായർ വോട്ട് ട്രഡീഷണലി യു ഡി എഫിലേക്കും ഈഴവ വോട്ട് ട്രഡീഷണലി എൽ ഡി എഫിലേക്കുമാണ് പോകുന്നത്. അപ്പം ബി ജെ പിക്ക് സ്ട്രോങ് ഹോൾഡുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പ്രധാന രണ്ട് അതായത് കാസ്റ്റ് ഗ്രൂപ്പുകളും അത് ഒന്ന് എൽ ഡി എഫിലേക്ക് ഒന്ന് യു ഡി എഫിലേക്കാണ് ഓൾറെഡി പോയിരിക്കുന്നത്. അപ്പം ഒന്ന് ലേറ്റ് എൻട്രൻ്റ് ആണ്, രണ്ട് ഇവരുടെ ട്രഡീഷണൽ വോട്ട് ബാങ്ക് ഓൾറെഡി അസിമുലേറ്റഡ് ബൈ ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് പാർട്ടീസ്. ഇനി മൂന്നാമതായിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറയുന്നത്, ബി ജെ പി ലാക്സ് സ്ട്രോങ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള വാക്കമാണ് ഇതിനുള്ള റീസൺ. ഇപ്പോൾ ലെഫ്റ്റിനെ റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പം നമ്മൾ പ്രോമിനൻസിൽ കാണുന്ന പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നതും അവരുടെ ഒരു യൂത്ത് സ്കൂൾ ടൈമിൽ തൊട്ട് തന്നെ പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന. ഇപ്പം ബി ജെ പി ലേറ്റ് എൻട്രൻ്റ് ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്റ്റുഡൻറ്റ് യൂത്ത് വിങ്സ് ഒക്കെ ഇങ്ങനെ അതായത് ആക്റ്റീവാണ്, അല്ലാന്നല്ല ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ സ്ട്രോങ് ലീഡേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രസൻ്റ്ലി ഉള്ള ബി ജെ പിയുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള സ്ട്രോങ് ലീഡേഴ്സ് കുറവാണ് അവർക്ക്. ഓക്കെ, ഒരു മെസ്സേജ് ഇവിടെ വന്നില്ലല്ലോ. അത് ഓക്കെ, 1 minute ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തോ. അജേഷിനോട് റിക്വസ്റ്റ് ഉണ്ട്. അജേഷ് ഒരു നല്ലൊരു ഭയങ്കര വാലിഡ് പോയിന്റ് റേസ് ചെയ്തിട്ടുണ്ട്. അജേഷ് വെൽക്കം. അജേഷ് ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളത് കമൻറ്റുകൾ ഓപ്പൺ, അതായത് പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഞാൻ ആക്സസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ പേഴ്സണലി, അതായത് ഒഫീഷ്യൽ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അജേഷ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അതായത് ഈ സ്വിംഗിങ് പോപ്പുലേഷൻ കാരണം തന്നെ ഒരു തേർഡ് ഫ്രണ്ടിനുള്ളൊരു സ്പേസ് ബി ജെ പിക്കുള്ള സ്പേസ് അവിടെ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ആ ഒരു പോപ്പുലേഷൻ്റെ സ്ട്രക്ചറും കൂടെ നോക്കുമ്പോഴത്തേക്കും ഒരു അതായത് മറ്റു പല സ്റ്റേറ്റിലും ഉള്ളതുപോലെ തന്നെ വളരെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു പോപ്പുലേഷൻ അല്ല ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ. അപ്പം ബി ജെ പിക്ക് ഇങ്ങോട്ട് വരുന്നതിലുള്ള മറ്റൊരു പ്രശ്നമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബി ജെ പി വരാത്തതിലുള്ള റീസൺസ് എന്ന് വെച്ചാൽ ലേറ്റ് എൻട്രൻ്റ് ആണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ആബ്സെൻസ് ഉണ്ട്, അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് അസിമുലേറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. ബി ജെ പി വരണോ ഇവിടെ? തീർച്ചയായിട്ടും ബി ജെ പി വരണം. എന്തുകൊണ്ടാണ് ബി ജെ പി വരണമെന്ന് പറയുന്നത്? ഏതൊക്കെ പോയിന്റ്സ് പറയും നമ്മൾ? ബി ജെ പി വരണമെന്നുള്ളതിന് ഏതൊക്കെ പോയിന്റ്സ് ആയിരിക്കും പറയാം?
ഒന്നാമതായിട്ട് നമുക്ക് പറയാവുന്നത് BJP വരണമെന്നുള്ളതിന് അതായത് നാഷണൽ പൊളിറ്റിക്സിൽ അതായത് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സിന് വളരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്കൽ സെൽ ഗവൺമെൻറ്റിൽ നടക്കുന്ന ഇഷ്യൂസ് ആവണമെന്നില്ല സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഇഷ്യൂസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷനിൽ എംഫസൈസ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഇലക്ഷനിലും ആവണമെന്നില്ല നാഷണൽ ഇലക്ഷനിൽ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ ഇഷ്യൂസാണ് ഈ 3 ഇലക്ഷനിലും പ്രിഡോമിനൻറ്റ് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അത് കേരളത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതയാണ്. അപ്പം കേരളത്തിൽ പലപ്പോഴും നാഷണൽ പൊളിറ്റിക്സിന് അല്ലെങ്കിൽ നാഷണൽ ഇഷ്യൂസിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാറില്ല എന്നുള്ള സത്യമാണ്. അപ്പം നമ്മൾ ചില കാര്യത്തിൽ അത് ഭയങ്കര ബോസ്ഫുള്ളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് BJP പോലൊരു പാർട്ടി വരുമ്പോഴത്തേക്കും വിച്ച് ഇസ് എ നാഷണൽ പാർട്ടി, നമുക്ക് നാഷണൽ ഇഷ്യൂസിൻ്റെ അകത്തുള്ള ശ്രദ്ധ കൂടും എന്നാണ് പറയേണ്ടത്. നമ്മൾ ഒരിക്കലും സ്റ്റേറ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ചിന്തിക്കരുത്. പലപ്പോഴും ആ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലാർജർ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് വേണം ചിന്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാഷണൽ ഇഷ്യൂസ് നമ്മുടെ പൊളിറ്റിക്സിൽ, സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ കേരളത്തിനുള്ളിൽ നിൽക്കാതെ ഇന്ത്യ എന്ന് പറയുന്ന ലാർജർ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് വേണം ഇത് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള പാനലിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളിത് പറയുമ്പോൾ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഡൽഹിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു മോക്ക് എടുത്തു കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ ആക്ച്വൽ പാനൽ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്നത് ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അണ്ടർസ്റ്റുഡ്? അപ്പം BJP വരുന്നതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒന്ന്, നാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുക. പിന്നെ അതായത് ലെഫ്റ്റും അതായത് കേരളത്തിലെ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് കണ്ടിന്യൂ ചെയ്യുന്ന മൈനോറിറ്റി അപ്പീസ്മെൻറ്റ്സ് അത് മജോറിറ്റി പോപ്പുലേഷനിൽ എന്തുണ്ട്, മജോറിറ്റി പോപ്പുലേഷൻ ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പം BJPക്ക് അവിടെ സ്പേസ് ഉണ്ടാകുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ആക്ച്വലി ട്രൈ ടു അഡ്രസ് ഇറ്റ്. അപ്പം സ്പേസ് ഉണ്ടാവാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്, അതാ ഡൊമസ്റ്റിക് അതായത് കേരളത്തിലെ ഇലക്ഷനകത്ത് അവർക്കൊരു പ്രിഡോമിനൻറ്റ് സ്പേസ് ഉണ്ടാവണമെന്നും അത് കേരള പൊളിറ്റിക്സിൽ റിഫ്ലക്റ്റ് ആകണമെന്നും ആ ഒരു ആർഗ്യുമെൻറ്റിൽ തന്നെ ഇത് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ മറ്റേ BJP വരുന്നത് നല്ലതല്ലെന്നോ ഒന്നും പറയണ്ട. ഇനി മെയ് 2 വരെയുള്ള കുട്ടികളുടെ അടുത്താണ് എന്തുവന്നാലും ചോദ്യം ഉണ്ടാകും, നിങ്ങളുടെ സ്റ്റേറ്റിൽ ആര് ജയിക്കും എന്നുള്ളത്. അപ്പോൾ ആര് ജയിക്കും എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാനിത് അവരെ സ്പെസിഫിക് പറയുന്നത് വേറൊന്നുമല്ല. മെയ് 2 കഴിയുമ്പോഴത്തേക്കും ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകത്തില്ല. അന്ന് ആരാണോ ജയിച്ചത് അവരെന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പം അതുവരെ നിങ്ങൾക്ക് ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ആരായിരിക്കും ജയിക്കാൻ സാധ്യത, അപ്പം നിങ്ങൾ എന്ത് ആൻസർ പറയും? അപ്പം നിങ്ങളത് എന്ത് ആൻസർ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്താണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പറയണം, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പം നിങ്ങൾ പറയുകയാണ് സാധാരണഗതിയിൽ ഒരു ആൻറ്റി ഇൻകുബൻസി ഫാക്ടർ കേരളത്തിൽ എപ്പോഴും ഉള്ളതാണ്, പക്ഷെ ഇത്തവണ ലെഫ്റ്റ് വരാനുള്ള സാധ്യതയാണുള്ളത്. എന്നിട്ട് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ് പറയുക. അതല്ല സാറേ ലെഫ്റ്റ് അല്ല വരുന്നത്, ഇത്തവണ UDF വരാനായിരിക്കും സാധ്യത, അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പോയിന്റ് പറയുക. പക്ഷെ രണ്ടും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പോയിന്റ് വേണം. ഇനി ലെഫ്റ്റിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ലെഫ്റ്റിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും അതായത് കേരള കഴിഞ്ഞ 5 വർഷത്തിൽ പല സമയത്തായിട്ട് പല രീതിയിലുള്ള ക്രൈസിസുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ പല ക്രൈസിസുകളും ഒരു പരിധിവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിൽ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം ഇത് ഈ ഗവൺമെൻറ് അതായത് ഇനി വേറെ കാര്യം എന്താ, ഈ ക്രൈസിസ് ഒന്നും കംപ്ലീറ്റ്ലി വിട്ടുപോയിട്ടില്ല. അപ്പം ക്രൈസിസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയ അതായത് അങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആണെന്ന് കാണിച്ച ഒരു പൊളിറ്റിക്കൽ വിങ്ങിനോടായിരിക്കും ജനങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്ത് ലെഫ്റ്റിനോട് സപ്പോർട്ട് ചെയ്തെന്നിരിക്കും. പിന്നെ ക്രൈസിൻ്റെ പീരീഡിൽ ഒരു ഏറെക്കുറെ ലെഫ്റ്റ് ഗവൺമെൻറ് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടും ദേ വുഡ് ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്ട്. അപ്പം ലെഫ്റ്റ് പവറിൽ വരാനായിട്ടുള്ള ഒരു റീസൺസ് എന്ന് വേണം ഇതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ പറയുന്നത് UDF ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ UDF ആണ് പൊളിറ്റിക്കൽ പവറിൽ വരുന്നത് നിങ്ങൾ ഐഡൻറ്റിഫൈ ആണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മറ്റേ അതായത് ഗോൾഡിൻ്റെ ഇഷ്യൂ അതായത് കറപ്ഷൻ്റെ എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം, ഗോൾഡിൻ്റെ ഇഷ്യൂ, ഗോൾഡ് കൊണ്ടുവന്നത്, പിന്നെ അതായത് ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ഇഷ്യൂ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ശബരിമല ഇൻസിഡൻറ്റിനെ പറ്റി വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഈ എലമെൻറ്റുകളൊക്കെ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റിന് എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കിഫ്ബിയുടെ ഒരു എലമെൻറ്റ് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. ബട്ട് കിഫ്ബി ആക്ച്വലി പേഴ്സണലി സ്പീക്കിംഗ് കിഫ്ബി ജനങ്ങളുടെ ഇടയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഈ 3 എലമെൻ്റ് ആയിരിക്കും UDF വരാനായിട്ടുള്ളൊരു പ്രധാന റീസണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ,
അപ്പം ഞാൻ പറഞ്ഞത് ഇത് 2-ാം തീയതി വരെ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം വേണമെന്നുള്ളത്. 2 കഴിയുമ്പോൾ ആരാണോ ജയിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് അവർ പവറിൽ വന്നു എന്നുള്ള കാര്യം പിന്നെ അനലൈസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും എന്തുകൊണ്ട് വന്നു എന്നുള്ളതിൽ പോയിന്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം പോയിന്റുകളാണ് ഞാൻ പറയാം. നമ്മൾ നിങ്ങളുടെ വ്യൂ പോയിന്റ് എന്നേക്കാട്ടി ഉപരിയായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? കേരളത്തിലെ ലെഫ്റ്റും റൈറ്റും മാറി മാറി വരുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ആലോചിച്ചത് BJPക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ BJPക്ക് എന്താണ് മറ്റ് സ്റ്റേറ്റ് ഉള്ളതുപോലെ ഒരു പ്രിഡോമിനൻസ് ഇല്ലാത്തതെന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചു. 2 BJP വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാണ്, ഇറ്റ് ഈസ് ഓൺലി അപ് ടു ഫസ്റ്റ് അല്ലെ സെക്കൻഡ്, 2-ാം തീയതി രാവിലെ നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വരെ ഉള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആര് ജയിച്ചു എന്നുള്ളതിന് എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇതിൽ കണ്ടംപററി ആയിട്ടുള്ള മേജറായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇതാണ്. ഇപ്പം കഴിഞ്ഞ 1-2 കുട്ടികളോട് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ നോക്കുമ്പം കുറച്ച് സ്പെസിഫിക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ്സിലുള്ളവർ, അതായത് കേരളത്തിലൊരു വോട്ടിംഗ് പാറ്റേൺ തന്നെ അവർ പറഞ്ഞു ഇങ്ങോട്ട്, ആക്ച്വൽ ബോർഡാണ് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ തന്നെ പറയുകയാണ്. കേരള കോൺഗ്രസ് ട്രഡീഷണലി അതായത് ക്രിസ്ത്യൻസ് ട്രഡീഷണലി കേരള കോൺഗ്രസിനും, മുസ്ലിംസ് ട്രഡീഷണലി IUML-നും, ഈഴവാസ് ട്രഡീഷണലി ലെഫ്റ്റിനും ആണ് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദിസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. ഇപ്പം ഈഴവാസ് ട്രഡീഷണലി എന്തുകൊണ്ട് ലെഫ്റ്റിന് വോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈഴവാസ് പ്രിഡോമിനൻ്റ്ലി ഒരു വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ ആയിരുന്നു. പിന്നെ അവർ മറ്റേ ടോഡി കൾട്ടിവേറ്റേഴ്സ്, അതായത് ഈ കള്ള് വിട്ട അല്ലെങ്കിൽ ഈ ചെത്ത് തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇനിഷ്യലി അതായത് പറയാൻ ഇറങ്ങിയതൊക്കെ ലെഫ്റ്റ് പാർട്ടീസാണ്. അപ്പം അവരുടെ ട്രഡീഷണൽ ഒക്യുപ്പേഷനും പിന്നെ അവർ പ്രിഡോമിനൻ്റ്ലി ഒരു വർക്കിംഗ് ക്ലാസ് ആയിരുന്നത് കൊണ്ടൊക്കെ ലെഫ്റ്റിൽ അവർക്ക് ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളും കിട്ടി, കറസ്പോണ്ടിങ്ങിൽ റെപ്രസെൻറ്റേഷനും കിട്ടി. ഓക്കെ, പിന്നെ ഈ കേരള കോൺഗ്രസും ക്രിസ്ത്യൻസും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് പറയുമ്പം അത് അതിൻ്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, സെൻട്രൽ കേരളയിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം അവിടെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു പ്രിഡോമിനൻറ്റ് ക്രിസ്ത്യൻ ലീഡറിന് നേരെ നടന്നൊരു ഇൻജസ്റ്റിസിൻ്റെ ഔട്ട്കം ശരിക്കും കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഈ റീജിയനിലുള്ള ക്രിസ്ത്യൻസ് ഈ പുതുതായിട്ട് ഫോം ചെയ്ത കേരള കോൺഗ്രസിൻ്റെ പാർട്ടാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ റീജിയനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് ഹാസ് ബിക്കം എ ബ്രെഡ് ആൻഡ് പാർട്ട് ഓഫ് ദെയർ ലൈഫ് ഇറ്റ്സെൽഫ്. അതാണ് ഇന്നും പല രീതിയിൽ, അതായത് പല ഫാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടെങ്കിലും ഇന്നും അവിടെ കേരള കോൺഗ്രസിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫാക്ഷൻസിന് ഒരു പ്രിഡോമിനൻസ് ഉള്ളത്, എസ്പെഷ്യലി വിത്തിൻ ദിസ് കമ്മ്യൂണിറ്റി. പിന്നെ Muslim League was to an extent, not completely, to an extent was actually successful in actually identifying themselves as identifying themselves as the leaders of the leaders of Muslims. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒരു പെർസെൻറ്റേജ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വോട്ട് കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് കിട്ടുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കംപ്ലീറ്റ്ലി കറക്റ്റ്. കേരളത്തിലെ മുസ്ലിം വോട്ടിംഗ് പാറ്റേൺ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 35 to 40% ഓഫ് വോട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റിനാണ് പോയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ട്രഡീഷണലി നോർത്തിൽ നിന്ന് കാണുമ്പം അവർ കാണുന്നൊരു പ്രക്രിയയാണിത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും പൊളിറ്റിക്സ് ഒത്തിരി കണ്ട് ചോദിക്കണമെന്നില്ല. ഇവിടെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് തമിഴ്നാട് പൊളിറ്റിക്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? ADMK പറ്റി, DMK പറ്റി, BJP വരുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അവിടുത്തെ തമിഴ് ലീഡേഴ്സ് ഈ സൂപ്പർ സ്റ്റാർ ആ പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്നതിനെ പറ്റി, ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്, നിങ്ങളതെങ്ങനെയാണോ പറയുന്നത്, അതേ സെയിം ഡയമെൻഷനിൽ തന്നെ നിങ്ങൾ കേരള പൊളിറ്റിക്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങളുടെ പൊളിറ്റിക്സ് ആണ് കുറച്ചുകൂടെ നല്ല പൊളിറ്റിക്സ് ആണ്, അങ്ങനത്തെ ചിന്ത ഉണ്ടാവാൻ പാടില്ല. കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു ഫാക്റ്റാണ് ചെസ് തമ്പിങ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ ചെസ് തമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഭയങ്കര ഭീകരമാണ്, ഭയങ്കര സംഭവമാണ് സാറേ, ഞങ്ങളിങ്ങനെ പൊളിയാണ് എന്നുള്ള ഡയലോഗിലുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളാണ് അവിടെ ചെല്ലുമ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി അധികം ചെസ് തമ്പിങ് നടത്തുന്ന ആൻസേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവർ ഫേവർ ചെയ്യുന്നില്ല. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയും ചെസ് തമ്പിങ്ങിന് വേണ്ടിയിട്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്രൈം അഗെയിൻസ്റ്റ് വുമൺ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എവിടാ? കേരളത്തിലാണ്. എന്തുകൊണ്ടാണ്?
അല്ല ആരെങ്കിലും ആൻസർ വരുന്നുണ്ടോയെന്ന് ഞാൻ എൻ്റെ കീബോർഡ് അല്ല ഇതിൽ ലാപ്പിലേക്ക് നോക്കുകയാണ്. ക്രൈം അഗൈൻസ്റ്റ് വുമൺ കൂടുന്നതിനുള്ള കാരണം റിപ്പോർട്ടിംഗ്, മീഡിയ വിജിലൻസ്, റിപ്പോർട്ടിംഗ് ഹൈ, BSG. ഓക്കെ, ശരി ശരി. ഇതേ എല്ലാവരും റിപ്പോർട്ടിംഗ് കറക്റ്റാണ്. റിപ്പോർട്ടിംഗ് കറക്റ്റ് അല്ല എന്നല്ല, റിപ്പോർട്ടിംഗ് ഇസ് കറക്റ്റ്. അതായത് കേരളത്തിൽ, അതായത് നമ്മളിതിന് ആൻസർ പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിൽ ഇഷ്ടംപോലെ തരത്തിലുള്ള മോഡേൺ റിഫോംസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടും ജനമൈത്രി പോലുള്ള ഇനിഷ്യേറ്റീവ്സ് കൊണ്ട് സെൻസിറ്റൈസേഷൻ നടത്തിയിരിക്കുന്നത് കൊണ്ടും ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതിൽ ഒരു ഫിയറോ പേടിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിംഗ്. മിന്നുവിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മിന്നുല്ലേ? മിന്നുണ്ടല്ലോ. മിന്നുവിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മിന്നു എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല സർ, സർ പറഞ്ഞു കറക്റ്റ് പറയുന്നത് കേക്ക്. സർ ആ പാർട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഏത് പാർട്ടാണ്? ഈ വൈ ഇൻക്രീസിംഗ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. I will tell. മിന്നുവിന്റെ പോയിന്റ്, കാരണം ഞാനിത് മിന്നുവിനോട് ചോദിക്കാൻ കാരണം മിന്നു ഒരു 8 years ആയിട്ട് പോലീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിന്നു പറഞ്ഞോളൂ. സർ, സാറ് പറഞ്ഞത് തന്നെയാണ് പ്രിഡോമിനന്റ് റീസൺ. അതായത് നമ്മുടെ ആൾക്കാർ വളരെ അവയർനെസ് ഉള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പൊ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ നമുക്ക് യാതൊരു ഹെസിറ്റേഷനും ഇല്ല. മോർ ഓവർ വിമൻ ഇൻ കേരള ദേ ആർ വെരി എംപവേർഡ് ആസ് വെൽ. അതായത് വിമന് കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻസ്. പിന്നെ NCRB-യിൽ എക്സ്പ്ലിസിറ്റ്ലി പറയാത്തൊരു കേസ് ഉണ്ട്. ഓവർ 60% ഓഫ് ദി കേസസും ട്രാഫിക് കേസസ് ആണ്. നമ്മൾ അതും കണക്കിലെടുത്തിട്ടാ പറയുന്നത്. നമ്പർ ഓഫ് ദി കേസസ് നമ്മൾ പറയുമ്പോഴും പ്രിഡോമിനന്റ്ലി ദേ ആർ ട്രാഫിക് റിലേറ്റഡ് കേസസ്. മർഡർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കേരള വളരെ പുറകിലാണ് മറ്റ് സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. താങ്ക് യു മിനു. താങ്ക് യു സർ. ഓക്കെ, ജയകൃഷ്ണൻ ചോദിച്ചത് അപ്പം എന്തുകൊണ്ടാണെന്നല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹൈലി, അതായത് ഒന്ന് പോലീസ് സെൻസിറ്റൈസേഷൻ നടന്നത് കൊണ്ടും ജനമൈത്രി പോലുള്ള ഇനിഷ്യേറ്റീവ്സ് നടന്നത് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നത് കൊണ്ടും പോലീസ് ഭയങ്കര അപ്രോച്ചബിൾ ആണ്. പിന്നെ വുമൺ എന്താണ്, വുമൺ ഭയങ്കര അവയർ, അതായത് എംപവേർഡ് ആയിട്ടുള്ളൊരു വുമൺ കമ്മ്യൂണിറ്റി ആണുള്ളത്. അവരുടെ റൈറ്റ്സിനെ പറ്റി അറിവുള്ള എംപവേർഡ് ആയിട്ടുള്ളൊരു വുമൺ കമ്മ്യൂണിറ്റി ആണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട്. ഇതാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഏറ്റവും കൂടുതൽ ക്രൈം ഉണ്ടാകാനുള്ള റീസൺ. അപ്പോൾ ഈവൻ ചെറിയ പെറ്റി ക്രൈംസ് ആണെങ്കിൽ പോലും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷേ റിപ്പോർട്ടിംഗ് കൂടുതലാണെന്നുള്ള പേരിൽ പോലീസിനോ ഗവൺമെൻറ്റിനോ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കരുത്. അപ്പം നമ്മൾ സജഷൻ പോലെ മുന്നോട്ട് വെക്കണം. വി നീഡ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും ദാറ്റ് വുഡ് ഫൈൻ. അതല്ലാതെ ഒരു മറ്റേതാണെങ്കിൽ ഒരു വൺ സൈഡ് മാത്രമായിട്ട് മാറും ആൻസർ. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഈ ചെസ് തമ്പിങ് ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡ്? ശരി, നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും കേരളത്തിലൊരു പ്രൊഡോമിനന്റ് ഇഷ്യൂവിനെ പറ്റി പറഞ്ഞു, ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒബ്വിയസ്ലി ഇത്തവണ കേരളം ഇന്റർനാഷണൽ ന്യൂസിൽ, ഈവൻ ഇൻ ഇന്റർനാഷണൽ ന്യൂസ് ഓൾസോ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഓഫ് ഗോൾഡ് സ്മഗ്ലിംഗ്. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് ഇനിഷ്യലി ഷെഡ്യൂൾ ചെയ്തത് ലാസ്റ്റ് സാറ്റർഡേ സൺഡേയിലാണ് നടത്താനിരുന്നത്. ഓൾറെഡി ഗ്രൂപ്പിൽ 1-2 പേർക്ക് പറഞ്ഞിരുന്നു. അപ്പം ക്ലാസ് നടന്നുകൊണ്ട് അല്ല, അപ്പം എനിക്കെൻ്റെ ഹെൽത്ത് മോശമായിട്ടായിരുന്നു നമ്മൾ ക്ലാസ് എന്ത് ചെയ്തത്, ക്ലാസ് നമ്മൾ ഇതിങ്ങനെ 2 ദിവസം പെൻഡിങ് ആയിട്ട് പോയത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡേറ്റ് ഇട്ട സമയത്ത് ഇന്ന് നോമ്പ് തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം എനിക്കും നോമ്പുണ്ട്, ഇതിലിരിക്കുന്ന കുറച്ച് പേർക്കും നോമ്പുണ്ട്. അപ്പോൾ നമ്മൾ 6:30, അതായത് നമ്മൾ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ആൻസർ തുടങ്ങിയതിന് ശേഷം ഒരു 10 minutes ഞാൻ ബ്രേക്ക് എടുക്കും. നിങ്ങളാരും പോവരുത്, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് വരുവാണ്. ഒരു 10 minutes ബ്രേക്ക് എടുക്കും. ഞാൻ ഇമ്മീഡിയറ്റ്ലി നോമ്പ് ബ്രേക്ക് ചെയ്തതിൻ്റെ പ്രേയേഴ്സ് കഴിഞ്ഞിട്ട് ഐ വിൽ ജസ്റ്റ് കം ബാക്ക് ഹിയർ. ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് 6:30 to ഒരു 6:40, അതിൽ കൂടുതലൊന്നും ബ്രേക്കിലേക്ക് പോയില്ല. ഇതിൽ നോമ്പുള്ള മറ്റുള്ള കുട്ടികൾ, മൈ സജഷൻ ഈസ് ദാറ്റ് നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ഇത് ചെവിയിൽ വെച്ചിട്ട് ഒന്നും മിണ്ടാതിരുന്ന് കേട്ടോളൂ. പറയുന്നതൊക്കെ നമുക്ക് ഗുണമുള്ള കാര്യങ്ങളായിരിക്കും. ശരി, കേരളത്തിലെ ഗോൾഡ് സ്മഗ്ലിംഗ് കൂടാനുള്ള, അപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേരളത്തിൽ കൂടാനുള്ള റീസൺസ് ചോദിക്കാം. അതുപോലെ തന്നെ ഗോൾഡിനോടുള്ള കേരളത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താണ്, ഇത്ര കണ്ട് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം
ഇപ്പം നമ്മൾ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലമെൻറ്റിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഇപ്പം നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻറ്റിൽ ഒന്നാണ് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേരളത്തിൽ കൂടാനുള്ള റീസൺ? ഗോൾഡ് സ്മഗ്ലിംഗ് കേരളത്തിൽ കൂടാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കേരളത്തിൽ ഗോൾഡിന് ഭയങ്കര ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്മഗ്ലിംഗ് എന്ന് പറയുന്നത്, അതായത് എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് താരിഫ് അനുസരിച്ച്, അല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് അസൈൻ ചെയ്തിരിക്കുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി അനുസരിച്ചിട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് കൺസിഡറബിൾ പ്രോഫിറ്റ് ബൈ ഇമ്പോർട്ടിങ് ഗോൾഡ് ത്രൂ പ്രോപ്പർ ചാനൽ. അതായത് പ്രോപ്പർ ചാനൽ വരെ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്ത് ടാക്സ് അടച്ച് അത് വെച്ച് ഗോൾഡ് ജ്വല്ലറി ഉണ്ടാക്കി വിൽക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ജ്വല്ലറി മാർക്കറ്റിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ വിച്ച് ദേ ഫൈൻഡ് ഈസ് ദ ഗോൾഡ് സ്മഗ്ലിംഗ്. പിന്നെ കേരളത്തിന് ട്രഡീഷണലി ഇപ്പം ഒരു സാധനം വേറൊരു സ്ഥലത്തേക്ക് സ്മഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മ്യൂൾ അല്ലെങ്കിൽ കാരിയേഴ്സ് വേണം. മ്യൂൾസ് അല്ലെങ്കിൽ കാരിയേഴ്സ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നർക്കോട്ടിക്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഈ കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ മ്യൂൾ അല്ലെങ്കിൽ കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു കാര്യം സ്മഗിൾ ചെയ്യുന്ന സമയത്ത്, അതായത് വിടുന്ന സ്ഥലത്തുനിന്നും റിസീവ് ചെയ്യുന്ന സ്ഥലത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മ്യൂൾസ് അല്ലെങ്കിൽ കാരിയേഴ്സ് നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ചവറ് കണക്കിന് കാരിയേഴ്സാണ്. കാരണം എന്താ? കാരണം പ്രിഡോമിനൻ്റ്ലി ഒരു ലാർജ് പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ മിഡിൽ ഈസ്റ്റിൽ പോയിട്ടുണ്ട്. അവർ അതായത് കേരളത്തിലേക്കുള്ള മിഡിൽ ഈസ്റ്റിലെ ആൾക്കാരുടെ ട്രാവലിംഗ് ഭയങ്കര ഹൈ ആണ്. ഇതിൽ പല സെഗ്മെൻറ്റിൽ പെട്ടവരുണ്ട് അല്ലേ. ഭയങ്കര സെമി സ്കിൽഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, പിന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡെയിലി വേജ് ഏണേഴ്സ്, അങ്ങനെ പലരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു അതായത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല, പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഗ്യാരണ്ടിയുടെ പുറത്ത് അവർ ഗോൾഡ് കൊണ്ടുവരാനായിട്ട് തയ്യാറാവും പലരും. പിന്നെ മെനി ഓഫ് ദം വിൽ ആക്ച്വലി തിങ്ക് ദാറ്റ് ഓക്കെ എന്താണ് കൃത്യമായിട്ട് ഇത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടും, അപ്പം ദാറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ തിങ്സ്. അപ്പം ഫിനാൻഷ്യലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒത്തിരി അധികം ആൾക്കാർ കാരിയേഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഫാക്ടർ. പിന്നെ ചീപ്പറായിട്ട് ഗോൾഡ് എവിടെ അവൈലബിൾ ആകുന്നുണ്ട്? മിഡിൽ ഈസ്റ്റിൽ ഗോൾഡ് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് കൂടാനായിട്ടുള്ള റീസൺസ് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ, അതായത് കേരളത്തിലെ ഗോൾഡിൻ്റെ ഹൈ ഡിമാൻഡ്, മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി കാരണം നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ കൂടി ഗോൾഡ് ഇമ്പോർട്ട് ചെയ്ത് സെല്ല് ചെയ്യുന്നതിനുള്ള ഡിഫിക്കൽട്ടി, പിന്നെ അവൈലബിലിറ്റി ഓഫ് കാരിയേഴ്സ്. ഓക്കെ, അതായത് അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യലി ഡിഫിക്കൽട്ട് കാരിയേഴ്സ് വേണം അങ്ങനെ പറയാം. മനസ്സിലായോ? അപ്പോൾ ഈ 4 പോയിന്റ് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് എലമെന്റ് വുഡ് ബി അഡ്രസ്ഡ്. ഇപ്പോഴും ഗോൾഡ് സ്മഗ്ലിംഗ് എന്തുകൊണ്ട് കൂടുതലായെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗോൾഡിനോട് ഇത്ര കണ്ട ഈ ആക്രാന്തം, വൈ പീപ്പിൾ ആർ ബൈയിങ് സോ മച്ച് ഓഫ് ഗോൾഡ്, നമുക്കത് 10 minutes ബ്രേക്കിന് ശേഷം കാണാം. ഡോണ്ട് ഗോ എനിവെയർ, വിൽ ബി ബാക്ക് സൂൺ. ഓക്കെ, ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും ഉണ്ടോ? തിരിച്ചെത്തിയോ? ആരും ദൂരെ പോയില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ബിഫോർ ദ ബ്രേക്ക് വി വർ ഡിസ്കസിങ് അബൌട്ട് ദ ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻസിഡൻറ്റ്. ഒരു പോയിന്റ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഇത്ര കണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്, വാട്ട് ആർ ദ മേജർ റീസൺസ്? ഐ മീൻ എന്തുകൊണ്ടാണ് ഇതൊരു മേജർ കോൺട്രവേഴ്സി ആയിട്ട് മാറിയത്? ഇത്തവണത്തെ ഈ ഇൻസിഡൻറ്റ് മേജർ കോൺട്രവേഴ്സി ആയിട്ട് മാറിയത്. ഇതിനു മുമ്പ് എന്താ ഗോൾഡ് സ്മഗ്ലിംഗ് നടന്നിട്ടില്ലേ? പിന്നെ ഗോൾഡ് സ്മഗ്ലിംഗ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തവണ അതായത് പല രീതിയിൽ ഗോൾഡ് സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം കരിപ്പൂരും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ പലപ്പോഴും ഗോൾഡ് പിടിച്ചതിനെ പറ്റിയുള്ള ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ പല മൂവീസിൽ പോലും ഇതൊരു തീം പോലും ആയിരുന്നു. ഇതിപ്പം ഒരു പ്രിഡോമിനൻ്റ് ഇഷ്യൂ ആയിട്ട് മാറാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് യൂസ് ചെയ്തുകൊണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തി എന്നുള്ളതായിരുന്നു ഇതിന് ഇവിടെ വന്നത്. മാത്രമല്ല ഒരു ഹയർ ലെവലിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എൻറ്റിറ്റി ഇതുപോലുള്ളൊരു പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പറയുന്നതും ഒരു മേജർ അക്വിസിഷൻ അല്ലെങ്കിൽ ഒരു മേജർ ക്രിറ്റിസിസം ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇതിപ്പം ന്യൂസിലേക്ക് വരാനായിട്ടുള്ളൊരു സംഭവം. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞു ഗോൾഡിനോട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് ഇത്ര കണ്ടൊരു പ്രതിപത്തി? വൈ ഡു തിങ്ക് ദാറ്റ് പീപ്പിൾ ഈസ് വെരി ഫോണ്ട് ഓഫ് ഗോൾഡ് ഓവർ ഹിയർ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഗോൾഡിന് ഇത്രയധികം ഒരു താല്പര്യമുള്ളത്? ഹുവിൽ ആര് പറയും? പറയും, കേരളത്തിൽ ഗോൾഡിനോട് ഇത്രയധികം താല്പര്യം എന്തുകൊണ്ടാണ്? ആരും സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അഞ്ജലി പറയുന്നു സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന്. ഓക്കെ,
എഗ്രി ചെയ്യാം, ഒരു പോയിന്റാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഒറ്റ പോയിന്റ് കൊണ്ട് മാത്രമാണോ ഗോൾഡിനോടുള്ള താല്പര്യം? ഓക്കെ, വാനിറ്റി, മാരേജ്, ഡൗറി, കൾച്ചറൽ ഇൻഫ്ലുവൻസസ്, ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ടു എക്സ്പാട്രിയേറ്റ് റെമിറ്റൻസ്. ഓക്കെ, സി വളരെ ട്രഡീഷണലി ഗോൾഡ് ഹാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ, അതായത് ഗോൾഡിനോടുള്ള ഇഷ്ടം ഇന്നലെ ഇന്നോ ഒന്നും തുടങ്ങിയതൊന്നുമല്ല. കേരളത്തിലെ ഗോൾഡിനോടുള്ള ഇഷ്ടം, താല്പര്യം തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ. കേരളത്തിലെ സ്പൈസസിന് ഇൻ്റർനാഷണൽ, അതായത് യൂറോപ്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ യൂറോപ്യൻ അതിൻ്റെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് കാരണം അന്ന് ഇവിടെ വന്നിരുന്ന റോമൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡേഴ്സും ഗോൾഡിന് പകരം സ്പൈസ് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു. അപ്പം നമ്മുടെ ഈ നാട്ടിൽ അത്ര കണ്ട് സുപരിചിതമല്ലാത്ത ഗോൾഡിനോട് ഭയങ്കര വലിയൊരു അട്രാക്ഷൻ നമുക്ക് തോന്നി. അതായത് ആ ഗോൾഡ് എന്ന് പറയുന്നത് അന്നത്തെ രാജാക്കന്മാർ, അതായത് ട്രേഡ് നടത്തുകയും പ്രോസ്പർ ആവുകയും ഗോൾഡ് അക്വയർ എന്ന് പറയുന്നത് ആ രാജാക്കന്മാരുടെ അഭിവൃദ്ധിയായിട്ട് കണക്കാക്കപ്പെട്ടു. അപ്പം സ്പൈസസ് ട്രേഡിൻ്റെ പാർട്ടായിട്ട് അതായത് ഗോൾഡ് വരുമ്പം ഗോൾഡ് ഹാസ് ആക്ച്വലി ബിക്കം ആൻ എലമെൻറ്റ് ഓഫ് പ്രോസ്പെരിറ്റി ഫോർ മെനി കിങ്ഡംസ്. ആ എലമെൻറ്റ് ഓഫ് പ്രോസ്പെരിറ്റി കിങ്ഡംസിൽ നിന്ന് മാറി പതുക്കെ പതുക്കെ ഫാമിലി, അതായത് രാജഭരണം മാറുന്നു, അതിന് ടെമ്പിളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ടെമ്പിളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് തന്നെ വാട്ട് യു സീ ദാറ്റ് ലൈക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഗോൾഡ് ഈസ് അക്യുമുലേറ്റഡ്, അല്ലെങ്കിൽ അത് ആ രാജാവിൻ്റെയും അതുപോലെ തന്നെ ദ വേ ഇൻ വിച്ച് ട്രാവൻകൂർ വാസ് റൂൾഡ്, അത് രണ്ടിൻ്റെയും പാർട്ടായിട്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയധികം ഗോൾഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ആ പോയിന്റ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ട്രഡീഷണലി നമ്മുടെ ട്രേഡിങ് ഇതിൻ്റെ എലമെൻ്റ് പാർട്ടായിട്ട് ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഇടയിൽ ഒരു അഭിവൃദ്ധിയുടെ സിമ്പിളായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ഒന്ന്, അപ്പോൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഗോൾഡിനോടുള്ള അഫിനിറ്റി നമുക്കുണ്ടായിരുന്നു. അത് ഗോൾഡ് അക്വയർ ചെയ്യുക, ഗോൾഡ് ഹോൾഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രോസ്പെരിറ്റിയുടെ സിമ്പിളായിട്ടാണ് വളരെ പണ്ടുതൊട്ടേ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഗോൾഡിന് ഡിമാൻഡ് ആവേണ്ടാനുള്ള റീസൺ, ഒന്ന് നമ്മുടെ മാരേജ് ബ്യൂറോയിൽ അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് ഗോൾഡ് പ്ലേ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലിജൻ, ഏത് NRI investment is analyzed as gold as there is less industrial investor friendly atmosphere. People tend to invest in gold, real estate. ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരാം. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു, പിന്നെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ അഭിവൃദ്ധി അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയുടെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ ഗോൾഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു മാരേജ് സെഗ്മെൻറ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഗോൾഡ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സോഷ്യൽ സ്റ്റാറ്റസ്, അത് പിന്നെ നമ്മുടെ എല്ലാ ഫെസ്റ്റിവലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെസ്റ്റിവലിന് ഗോൾഡ് മേടിക്കുക എന്ന് പറയുന്നത്, അല്ലെ, ഓണത്തിന് വിഷുവിൻ്റെ സമയത്തൊക്കെ ഗോൾഡ് മേടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷൻ്റെ പാർട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഈ മാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു എലമെൻ്റ് ആയിട്ട് മാരേജസ് മാറുമ്പോഴത്തേക്കും അവിടെ എന്തുമാത്രം ഗോൾഡ് അവിടെ പെണ്ണിന് കൊടുത്തു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് മാറുക. അപ്പം നമ്മുടെ നാട്ടിൽ പർച്ചേസുകൾ നടക്കുമ്പോഴത്തേക്കും കല്യാണ പർച്ചേസുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് മാർക്കറ്റാണ്. ഓക്കെ, ഇനി ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് മറ്റു പല സ്ഥലങ്ങളിലും ഗോൾഡ് ഒരു ഭയങ്കര ഐഡിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാറില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കാരണം കേരളത്തിൽ ഗോൾഡ് ഒരു ഐഡിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയി കണക്കാക്കാൻ വേറെ റീസണും കൂടെ ഉണ്ട്. ലോകത്തുള്ള ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഗോൾഡ് ലോൺ ബാങ്കുകൾ പലതും, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ കേരളത്തിലാണ് പലതും ഉള്ളത്, അല്ലെങ്കിൽ കേരളത്തിലാണ് അതിൻ്റെ ഒറിജിൻസ് ഉള്ളത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആസ്പെക്റ്റ് കേരളത്തിൽ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു, ലാൻഡിൻ്റെ പ്രൈസ് ഭയങ്കര കുത്തനെ കൂടിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഗോൾഡിന് വളരെ ചെറിയ എമൗണ്ട് തൊട്ട് വലിയ ലാർജ് എമൗണ്ടിൽ വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത് തന്നെ ഗോൾഡ് തിരിച്ച് മോണിറ്റൈസ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഗോൾഡ് ജ്വല്ലറീസ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പം the eases with which we can invest and the eases with which we can remonetize it. ഇത് രണ്ടും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫാക്ട്സ് ആണ്. പിന്നെ നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റജിയിൽ ഈവൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് പോലും വുമണേയും ഗോൾഡിനെയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് പോലും ഉണ്ട്. അപ്പോൾ ദ റോൾ പ്ലേഡ് ബൈ ദ ജുവല്ലറി ഓർ the gold jewelry business or that sector in
Kerala is very crucial in making gold seem as an ideal investment opportunity, as something that shows your love to your daughter, your love to your children. അപ്പം പെണ്ണായാൽ പൊന്ന് വേണമെന്ന് പറയുന്ന ടാഗ് ലൈൻ പോലും ഇസ് ആക്ച്വലി മെയ്ഡ് ബൈ ദീസ് പീപ്പിൾ ടു സെൽ മോർ ഗോൾഡ്. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കൽ കണക്ഷൻ ഉണ്ട്, കൾച്ചറൽ കണക്ഷൻ ഉണ്ട്, പിന്നെ ഒരു സോഷ്യൽ ഞാൻ പറഞ്ഞില്ല മറ്റേ ആ സോഷ്യൽ അതായത് സ്ട്രാറ്റയിൽ ഗോൾഡിൻ്റെ പെർസെൻറ്റ് അനുസരിച്ച് നമ്മുടെ പൊസിഷനിങ്, അതായത് ഗോൾഡ് ഒരു പ്രോസ്പെരിറ്റി എലമെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ആ ഒരു എലമെൻറ്റ്. പിന്നെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഗോൾഡ് പർച്ചേസിങ് നടക്കുന്നത്. പിന്നെ അത് തന്നെ, അതായത് നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻ ഓർ ടോക്സ് ഓവർ ദെയർ വുഡ് ബി ഹൗ മച്ച് ഗോൾഡ് ഹാസ് ബീൻ ഗിവൺ ടു ദ ഗേൾ എന്നുള്ള രീതിയിൽ. അപ്പം മാരേജിൽ ഗോൾഡ് വഹിക്കുന്നൊരു പങ്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും തിരിച്ച് മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഈസിനെസ്, ഇതൊക്കെയാണ് ഗോൾഡിൽ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള കണക്ഷൻ. അപ്പം ഗോൾഡ്, അതായത് ഗോൾഡ് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ എന്താ പറയുക, അതായത് മിഡിൽ ഈസ്റ്റുള്ള കണക്ഷൻ കൊണ്ടിട്ടും നമുക്ക് അവിടുന്ന് വരുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പായിട്ടും കൂടെ പലപ്പോഴും ആൾക്കാർ ഗോൾഡിനെ കാണുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഗോൾഡ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, അതായത് നോർമൽ മാർക്കറ്റിൽ കൂടെ തന്നെ, സ്മഗ്ലിംഗ് ആയിട്ടൊന്നുമില്ല, നോർമൽ മാർക്കറ്റിൽ കൂടെ തന്നെ ലോട്ട് ഓഫ് ഗോൾഡ് ആൻഡ് ഗോൾഡ് ജ്വല്ലറീസ് ആർ കമ്മിങ് ഫ്രം ദെയർ ഓൾസോ. അപ്പം ഈ എലമെൻറ്റുകളെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്കാണ് കേരളത്തിൽ ഇത്രയധികം ഗോൾഡ് പർച്ചേസിങ് ഉണ്ടാകുന്നത്. ഈ അക്ഷയ തൃതീയ പോലുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ അതിനു മുമ്പ് തന്നെ ഈ അക്ഷയ തൃതീയ ഒന്നും ഇല്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മേടിക്കുന്ന കമ്മ്യൂണിറ്റികളിലൊന്നാണ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് വിത്ത് ഓൾ ദീസ് പോയിന്റ്സ് യു ക്യാൻ ഗീവ് എ ഗുഡ് ആൻസർ. ഓക്കെ, എനി ഡൗട്ട് ഓൺ ദാറ്റ്? ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡ് മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഈസ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ അതെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഈ ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ടാണ് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഹൗസിംഗ് സെക്ടറാണ്. പക്ഷേ ഹൗസിംഗ് സെക്ടറിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 to, അതായത് എന്താ, അത് ഒരു തരത്തിലും മറ്റൊരു തരം ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് സംഭവിക്കുന്നത്. പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ല സംഭവിക്കുക. അപ്പം ആ ഒരു സ്ഥലത്ത് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് ദ എബിലിറ്റി വിത്ത് വിച്ച് വി ക്യാൻ റീമോണിറ്റൈസ് ഇറ്റ് എന്നുള്ളൊരു ഫാക്റ്റാണ്. ഓക്കെ, പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിലും ഓവർ ദി പീരീഡ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ ആർക്കും തന്നെ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ആ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ഓക്കെ, എനിത്തിങ് എൽസ് നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അപ്പം നമ്മൾ ഒന്നുമില്ല, ശരി. അപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് പറഞ്ഞു. ഗോൾഡ് സ്മഗ്ലിംഗിൽ നിന്നുമാണ് കേരളത്തിലെ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വാട്ട് കുഡ് ബി ദ സൊല്യൂഷൻസ് ടു ടാക്കിൾ ഗോൾഡ് സ്മഗ്ലിംഗ്? ഓക്കെ, കരിഷ്മ, അതായത് ഈ കേരളത്തിലെ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യു വിൽ സീ ദാറ്റ് നമ്മൾ 1960s ഒരു ആക്ട് പാസ് ചെയ്തിട്ടുണ്ട്. ആ ആക്ട് അനുസരിച്ചിട്ടായിരുന്നു ഗോൾഡ് കൊണ്ടുവരുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ജ്വല്ലറി അല്ലാതെ ഗോൾഡ് കൊണ്ടുവരുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ലിബറലൈസേഷൻ്റെ പീരീഡ് വന്നപ്പോഴത്തേക്കും ശരിക്കും ഈ ആക്ടൊക്കെ നമ്മൾ എടുത്ത് കളയുന്നതോടുകൂടി ഗോൾഡ് കൊണ്ടുവരുന്നത് കുറേ കൂടി കംഫർട്ടബിളായി. പക്ഷേ 2000 ലിബറലൈസേഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ നാൾ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും വാട്ട് ആക്ച്വലി ഹാപ്പൻ ഈസ് ദാറ്റ് ഈ ഗോൾഡ് ഇമ്പോർട്ട്, അതായത് നമ്മുടെ എന്താണ്, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ഞാനത് പറയാം. അതിൻ്റെ ഒരു പോയിന്റ്, 1968 നമ്മളൊരു ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, വിച്ച് പ്രൊഹിബിറ്റഡ് ദ ഇമ്പോർട്ട് ഓഫ് ഗോൾഡ് എക്സെപ്റ്റ് ഫോർ ജുവലറി പർപ്പസിനല്ലാതെ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് ഗോൾഡ് കൺട്രോൾ ആക്ട് ഓഫ് 1968 ഉണ്ടായിരുന്നു. ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, LPG വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ആക്ട് റിപ്പീൽ ചെയ്തു. 2011-12 പീരീഡിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് GDPയുടെ ഏതാണ്ട് 4.2% ആയിട്ട് ഇൻക്രീസ്, അല്ലെങ്കിൽ അതൊരു 4.2% വരെ. അപ്പം അതിൻ്റെ ഒരു അനാലിസിസ് നടന്നപ്പോഴത്തേക്കും നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെയും ഗോൾഡിൻ്റെയും എന്താണ് ഇമ്പോർട്ട് കാരണമാണ്, അത് ഹൈ ഇമ്പോർട്ട് കാരണമാണ് ഇത്രയും ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടായെന്ന് ഒബ്സർവ് ചെയ്തു. അപ്പോഴത്തേക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ കോൺസിക്വൻസ് ടു ദിസ് മെയ്ഡ് എ സീരീസ് ഓഫ് ഹൈക്ക് ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടി ഓഫ് ഗോൾഡ്.
അപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി ഭയങ്കര ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും അപ്പം ഇറ്റ് ബിക്കം പോസിബിൾ ഫോർ ദ പീപ്പിൾ who are on the other side to bring gold from there through illegal means. This created a lucrative ground for an upsurge in gold smuggling to country from abroad, predominantly Middle East. അപ്പം നമ്മുടെ ഇവിടെ ഇത് കൂടാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം സ്മഗ്ലിംഗ് തടയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കൊരു ഷോർട്ട് ടൈം ഇമ്മീഡിയറ്റ് മെഷേഴ്സായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മുടെ എയർപോർട്ടിലും അതുപോലുള്ള പോർട്ട്, അതായത് അകത്തേക്ക് വരുന്ന സ്ഥലം, അതിൽ ഇൻലെറ്റ് റീജിയൻസുകളിലൊക്കെ ഉള്ള സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റൻ ആക്കുക. പിന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ മാക്സിമം കളക്ട് ചെയ്തിട്ട് ഇത് തടയുക. പിന്നെ കൃത്യമായിട്ടുള്ള പീനൽ പ്രൊവിഷൻസ് കൊടുത്തിട്ട് ഇത് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ അതായത് ചെയ്യുന്നവരെ പിടിച്ച് ജയിലിലിടുക. ഇതുപോലുള്ള പ്രൊവിഷൻസ് നമുക്ക് ഷോർട്ട് ടേമിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പം ലോങ് ടേമിൽ എത്രത്തോളം ഡിമാൻഡ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഡിമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡ് അൺനെസസറി ആയിട്ട് മാരേജിന് യൂസ് ചെയ്യുന്നതിനെതിരെയുള്ള ക്യാമ്പയിനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് പകരം മനസ്സിലായോ, അങ്ങനെയുള്ള ചില എലമെൻറ്റും കൂടെ നമുക്കൊരു ലോങ് ടേം സജഷൻസ് ആയിട്ട് വേണം മുന്നോട്ട് വെക്കാം. അതല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ഗോൾഡ് സ്മഗ്ലിംഗ് ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. ടാക്കിൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്യുക, എസ്പെഷ്യലി പോർട്ടിലും എയർപോർട്ട്സിലും ഒക്കെ. പിന്നെ നമ്മൾ ഈ സ്മഗിൾ ചെയ്ത് വരുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും ആരെങ്കിലും ഒരാൾ ഇൻസൈഡ് ഇൻഫർമേഷൻ തന്നിട്ടില്ല. കാരണം ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിൽ കൂടെയൊക്കെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ സ്മഗിൾ ചെയ്യുന്നത്. വളരെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിൽ കൂടെ ആയിരിക്കും. എന്നിട്ടും ആൾക്കാരത് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഇൻസൈഡ് ഇൻഫർമേഷൻ ഉണ്ടാകുന്നതാണ്. അപ്പം അത് കളക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കളക്ട് ചെയ്യുകയും പിന്നെ സെക്യൂരിറ്റി മാക്സിമം സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് പലപ്പോഴും പിടിക്കപ്പെടുന്നത് ആരാന്നറിയോ? ദ പീപ്പിൾ ഹു ആർ സെൻഡിങ് ഓവർ ദെയർ ആൻഡ് റിസീവിങ് ഹിയർ, ഇവർ രണ്ടുപേരും പിടിക്കപ്പെടത്തില്ല. ഇത് കാരിയേഴ്സ് ആണ് പലപ്പോഴും ഗോൾഡ് പിടിക്കപ്പെടുന്നത്. അപ്പം ഇഫ് വി കുഡ് ആക്ച്വലി ടാക്കിൾ ദ പീപ്പിൾ ഹു ആർ സെൻഡിങ് ഫ്രം ദെയർ ഓർ ദ പീപ്പിൾ ഹു ആർ റിസീവിങ് ഇറ്റ് ഓർ ദ റിയൽ ബെനിഫിഷ്യറീസ് ഓഫ് സ്മഗ്ലിംഗ്, അപ്പോഴാണ് ഈ ഇഷ്യൂ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇഫ് യു കുഡ് ബ്രിങ് ദാറ്റ് പോയിന്റ് ഇൻ ദ ആൻസർ ദെൻ ദാറ്റ് വുഡ് ഫീൽ ബെറ്റർ. അങ്ങനെ പറഞ്ഞായിരിക്കും നല്ലത്. എന്ത് തോന്നുന്നു കരിഷ്മ? ഓക്കെ, അജേഷ്, ക്രിയേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആസ് ലോങ് ടേം മെഷേഴ്സ് പറയാം. അതായത് നമ്മളൊരു ഗോൾഡിന് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഗോൾഡിന്റെ ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളൊരു പോയിന്റ് നമ്മൾ വെക്കുന്നുണ്ടല്ലോ. സോ ഇഫ് യു ക്യാൻ കീപ് ഓർ ബ്രിങ് ഇൻ ആൻ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ചും ഇൻഷുറൻസ് പെനിട്രേഷനൊക്കെ കുറെ കൂടി കൂടുകയും ഇൻഷുറൻസും അതുപോലെയുള്ള മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ഓൾസോ ബി ഗുഡ് തിങ്. Okay, fine. So, shall we move? Karishma, are you happy with that answer? I mean, see, ഒരു പെർഫെക്റ്റ് ആൻസർ ഒന്നുമില്ലല്ലോ. ഈ ഐഡിയാസ് വെച്ചിട്ട് യു ക്യാൻ, ഇഫ് യു വാണ്ട് യു ക്യാൻ മൂവ് വർക്ക് ഓൺ മോർ, ബട്ട് ഇതായിരിക്കണം ഐഡിയ. അതായത് നമ്മളൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ആ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു മിഡ് ടേമിലോ ലോങ് ടേമിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പീപ്പിൾ വിൽ ഓൾസോ തിങ്ക് ദാറ്റ് ഓക്കെ വി ഹാവ്, അല്ലേ, നമുക്കൊരു ഓവർവ്യൂ ഉണ്ട് സാധനത്തെ പറ്റിയെന്ന് മനസ്സിലാവും. ഓക്കെ, ശരി. ഇനി ഞാൻ ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒത്തിരി തവണ പലപ്പോഴും പല വർഷങ്ങളായിട്ട് UPSC ചോദിച്ചുള്ള ചോദ്യമാണ്. കേരള ഈസ് നോൺ ആസ് ഗോഡ്സ് ഓൺ കൺട്രി. വൈ? എന്തുകൊണ്ടാ? എല്ലാവരും പറയും സാർ ടൂറിസത്തിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാക്കിയതാണ്, അല്ലേ? കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഒറ്റ റീസൺ അല്ല, ഒന്നിലധികം റീസൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇപ്പം കേരളത്തിൻ്റെ ഒറിജിൻ സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ദൈവമുണ്ട് ഉണ്ടല്ലോ. പിന്നെ ടൂറിസത്തിൻ്റെ ടാഗ് ലൈനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട്, പിന്നെ കേരളത്തിൻ്റെ ആ ഒരു റിലീജിയസ് ആസ്പെക്റ്റ്, ഈ 4 എലമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ടാഗ് ലൈൻ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന് ആൻസർ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ടാഗ്, ഞാൻ ആദ്യം ഒന്ന് മലയാളത്തിൽ പറയാം, എന്താണ് ഐഡിയ എന്ന് മനസ്സിലാവാനാണ് മലയാളത്തിൽ പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ടാഗ് ശരിക്കും ടൂറിസത്തിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തതാണ്. ഒരു മാർക്കറ്റിംഗ് സ്റ്റണ്ട് അല്ലെങ്കിൽ ഒരു
ഒരു മാർക്കറ്റിംഗ് ഫീച്ചറായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഓക്കെ, പക്ഷേ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ്. അഞ്ജലിയുടെ ആ ചോദ്യത്തിന് ആൻസർ ഞാൻ തരാവേ. ഓക്കെ, ഈ ഗോഡ്സൺ കൺട്രിയുടെ കാര്യം വരുമ്പോൾ ആൻസറിൻ്റെ ഫ്രേസ് ചെയ്യുന്ന ഒരു ഡയമെൻഷനാണ് നമ്മൾ പറയുന്നത്. അപ്പം ഏറ്റവും ആദ്യം പറയും ടൂറിസത്തിൻ്റെ ടാഗ് ലൈൻ ആയിട്ടാണ് വന്നത്, പക്ഷേ മറ്റു പല പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോഴും കേരളം ഒരു ട്രൂലി ഗോഡ്സൺ കൺട്രിയാണ്. ഒറിജിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും അമൽ പി വിപിൻ ഗോപാൽ, എനിക്ക് തോന്നി വിപിൻ ഗോപാൽ എന്ന് പറയുന്ന പുള്ളിക്കാരനായിരിക്കണം ടൂറിസത്തിൻ്റെ ഒരു, അതായത് ശരിക്കും പറഞ്ഞാൽ കേരള ടൂറിസത്തിൻ്റെ പാർട്ടായിട്ടാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് ആര് കോയിൻ ചെയ്തു എന്ന് പറയണ്ട, നമുക്ക് ടൂറിസത്തിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെച്ച് മാത്രം നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം ഇല്ലാണ്ടായിപ്പോൾ. ഇത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കാരണം എന്താ, മിത്തോളജിക്കലി നോക്കുമ്പോഴത്തേക്കും പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയത്. അപ്പം അതൊരു ഗോഡ് ക്രിയേറ്റഡ് ലാൻഡാണിത്, അല്ലേ? ഒരു ഗോഡിൻ്റെ ഒരു ആക്ഷൻ്റെ ഒരു ഔട്ട്കം ആയിട്ടാണല്ലോ കേരളം ഉണ്ടാകുന്നത് മിത്തോളജിക്കലി നോക്കുമ്പം. ഓക്കെ, അത് പറയാം. ഇനി ജോഗ്രഫിക്കലി നോക്കുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം എന്താണ്, ഭയങ്കര ഹരിതാഭയും പച്ചപ്പും ഒക്കെയാണ്. അതായത് നമ്മുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ, നമുക്ക് അതും എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു കോസ്റ്റൽ റേഞ്ച്, അതൊരു ഹില്ലി റീജിയൻ, അപ്പം ഹില്ലുണ്ട്, കോസ്റ്റലുണ്ട്, ഗ്രീനറി ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു ജോഗ്രഫിക്കൽ ബ്യൂട്ടിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് കേരളത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു ജോഗ്രഫിക്കൽ ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും ഗോഡ് ക്രിയേറ്റഡ്, കാരണം ഗോഡിൻ്റെ എല്ലാ ബ്യൂട്ടിയും അല്ലെങ്കിൽ ആ ജോഗ്രഫിക്കൽ ബ്യൂട്ടി മുഴുവൻ വരുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഒരു റിലീജിയസ് ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ റിലിജൻ ഇവിടെ ഭയങ്കര ഹാർമോണിയസ് ആയിട്ട് കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ രാജ്യം എന്ന് വിളിക്കുന്നതിൽ ഒക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഇതിൽ ടൂറിസത്തിൽ നിന്നുള്ളൊരു അതാണ് ആക്ച്വൽ കറക്റ്റ് സാധനം അതാണ്. പക്ഷെ അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ 3 എലമെൻറ്റുകൾ പറയാൻ പറ്റാണ്ടാവും. അപ്പോൾ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കുറച്ചുകൂടെ രസമായിരിക്കും. അപ്പോൾ നമ്മളിത് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം എന്ത് പറയാം? ആദ്യം നമുക്ക് പറയാം ടൂറിസത്തിൻ്റെ പാർട്ടായിട്ട് വന്ന ടാഗ് ലൈനാണ്. ബട്ട് എന്നിരുന്നാലും ഇത് മറ്റു പല ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ കേരളം യഥാർത്ഥത്തിൽ ഒരു ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. ഉദാഹരണത്തിന് മിത്തോളജിക്കലി നോക്കുമ്പോഴത്തേക്കും പരശുരാമൻ മഴുവറിനുണ്ടാക്കിയതാണ്. ജോഗ്രഫിക്കലി നോക്കുമ്പോഴത്തേക്കും ഒരു ഗോഡ് ക്രിയേറ്റഡ് ലാൻഡ്, എല്ലാ ബ്യൂട്ടിയും അതായത് എല്ലാ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ റിലീജിയസ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഭയങ്കരത്തേക്കും കമ്മ്യൂണൽ ഹാർമണി എക്സിസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കുറേ സോഷ്യൽ ഇഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, നമുക്ക് ഇന്ന് എല്ലാ സോഷ്യൽ ഇഷ്യൂസും ഇന്ന് തന്നെ കംപ്ലീറ്റ് കാണാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് മാക്സിമം സോഷ്യൽ ഇഷ്യൂസിലേക്ക് നീങ്ങാം ഇനി അടുത്തത്. ഇപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് പറയുമ്പോഴത്തേക്കും പൊതുവെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവർക്കറിയാം, പൊതുവെ നോർത്തിലുള്ളവർക്ക് ചില പെർസെപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ ആൽക്കഹോളിസം. കേരളത്തിൽ ഫുൾ കുടിയന്മാരാണ്, അവിടെ ഇവിടെയും എല്ലായിടത്തും കുടിയന്മാരാണ് കേരളത്തിൽ നിന്നുള്ളതാണ് അവരുടെ ഒരു ഒബ്സർവേഷൻ. രണ്ടാമതായിട്ട് അവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഭയങ്കര സൂയിസൈഡ് റേറ്റ് ഭയങ്കര കൂടുതലാണെന്നുള്ളത് കേരളത്തിലൊരു മറ്റൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഈ 2 ചോദ്യം കൂടെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ആൽക്കഹോളിസം ഇത്ര കൂടുതൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ സൂയിസൈഡ് ഇത്ര കൂടുതൽ? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസേഴ്സ് ഉണ്ട്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഐ തിങ്ക് വി വിൽ ഫസ്റ്റ് ലുക്ക് ഇൻ ടു ആൽക്കഹോളിസം. റൈറ്റ്, കേരളത്തിൽ ആൽക്കഹോളിസം കൂടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ആൽക്കഹോളിസം കൂടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ആൽക്കഹോളിസം കൂടുതലാണോ? അത് ഡൗട്ടൊന്നും വേണ്ട, ആൽക്കഹോളിസം ഭയങ്കര കൂടുതലാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ? ആർക്കൊന്നും പറയാനില്ല? സാർ ഞങ്ങളെക്കാരം പറഞ്ഞു, സാർ ഞങ്ങളെ ആ കാറ്റഗറിയിലെക്കാരം പെടുത്തിയാലോ. കേരളത്തിൽ ആൽക്കഹോളിസം കൂടാനായിട്ടുള്ള റീസൺസ്, അതായത് മൾട്ടിപ്പിൾ റീസൺസ് ഐഡൻറ്റിഫൈ ആയെങ്കിലും നമുക്ക് പറയാനുള്ള റീസൺസ് നോക്കാവേ. അതായത് നെറ്റ് ഡിസ്പോസിബിൾ ഇൻകം
ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ടോഡി ടാപ്പിംഗ് വൈബ്രന്റ് ഫ്രം ഏർലിയർ ടൈംസ്. കറക്റ്റാണ് അമൽ പേസ്, അതൊരു പോയിന്റ്. അതായത് ആൽക്കഹോളിസം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു പാർട്ട് തന്നെയായിരുന്നു. ആൽക്കഹോളിസം ഒരു കൾച്ചറിൻ്റെ പാർട്ടായിരുന്നു. ടോഡി ടാപ്പിംഗ് അതായത് ട്രഡീഷണലി ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ അതായത് ഒരു ലാർജ് സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർ, കമ്മ്യൂണിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാർജ് സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു എന്താണ് ഒരു ഒക്യുപ്പേഷൻ ആയിരുന്നു ടോഡി ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോഡി എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഗോവയ്ക്ക് ഫെനി ഉള്ളതുപോലെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് അല്ലെ ബെവറേജ് ആയിട്ടാണ് നമ്മൾ ടോഡി ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. പിന്നെ അപ്പം നമ്മുടെ വളരെ നാളുകൾക്ക് ഒരു കൾച്ചറൽ കണക്ട് ഉണ്ട് നമുക്ക്. പിന്നെന്ത് പറയാൻ പറ്റും, നമ്മുടെ ഏത് ഫെസ്റ്റിവൽ എടുത്തു കഴിഞ്ഞാലും ഏത് സന്തോഷം വന്നാലും സങ്കടം വന്നു കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ എന്തുണ്ട്, ആൽക്കഹോൾ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മുടെ എല്ലാ ഫെസ്റ്റിവലിൻ്റെ അകത്ത് മരണം നടന്നു കഴിഞ്ഞാൽ, ജനനം നടന്നു കഴിഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിലും ആൽക്കഹോൾ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ പാർട്ടാണെന്നുള്ള കാര്യം നമ്മൾ അതായത് ഹിസ്റ്റോറിക്കലി നോക്കുമ്പം നമ്മുടെ ഒരു കൾച്ചറൽ എലമെൻ്റ് ആണ് നമ്മുടെ അതായത് നമ്മുടെ ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്. പിന്നെ നമുക്ക് എന്താ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ലാക്ക് ഓഫ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഡ്രിങ്കിങ് ആൻഡ് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. അതിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, കേരളത്തിൽ മിഡിൽ മാൻസ് പോപ്പുലേഷൻ, ഹൈ ആസ്പിറേഷൻസ് ഇഫ് നോട്ട് ബി ടേൺ ടു ആൽക്കഹോളിസം. ഓക്കെ, അതായത് നമ്മുടെ നാട്ടിൽ ഈ ശരിക്കും നമ്മുടെ സൂയിസൈഡിൻ്റെ റീസൺ എന്താ? സൂയിസൈഡിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറയും ആസ്പിറേഷണൽ മിസ്മാച്ച് എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പം ഈ ആസ്പിറേഷണൽ മിസ്മാച്ച് വരുന്ന സമയത്ത് ജനങ്ങൾ മറ്റ് അതായത് അബ്യൂസുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ആൽക്കഹോൾ കോമൺലി അവൈലബിൾ ആയതുകൊണ്ട് ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറയേണ്ടത് വേറെ എലമെൻ്റ് കൂടെ നമ്മൾ പറയണം. നമ്മൾ ഈ നെറ്റ് ഡിസ്പോസിബിൾ ഇൻകം കേരളത്തിൽ അതായത് കേരളത്തിൽ ഹൈ ആണ്. ഈ നെറ്റ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഡെയിലി വേജ് ലേണേഴ്സ് സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഡെയിലി വേജ് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് റിലേറ്റീവ്ലി ഹൈ ആണ്. ഓക്കെ, കേരളത്തിലെ ബേസിക് അല്ലെങ്കിൽ അവരുടെ ബേസിക് ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തതിന് ശേഷം ദേ വിൽ ബി ലെഫ്റ്റ് വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട്. ഓക്കെ, അപ്പം ഇവർ ഈ എമൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഗവൺമെൻറ് ഈ ലോവർ സെഗ്മെൻ്റ് ഉള്ളവർക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അതിനൊരു അവയർനെസ് കുറവാണല്ലോ അവർക്ക്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ഈ ഡെയിലി വേജ് ഏർണേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി വർക്ക് ചെയ്യുന്നവരാണ് പലരും. അപ്പോൾ ഈ ഹെവി വർക്ക് ചെയ്ത ഡെയിലി വേജ് ഏർണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നത്തെ റിക്രിയേഷൻ എന്ന് പറയുന്നത് അവന്യൂ ഓഫ് റിക്രിയേഷൻ അല്ലെങ്കിൽ അവരുടെ ഏക ഒരു റിക്രിയേഷണൽ സോഴ്സ് എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. ഓക്കെ, അപ്പം നെറ്റ് ഡിസ്പോസിബിൾ ഇൻകം ഹൈ ആണ്. ആ പൈസ ഉപയോഗിച്ചിട്ട് ചീപ്പർ ലിക്കർ നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അല്ല സാർ കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ ടാക്സും കാര്യങ്ങളൊക്കെ? ടാക്സ് ഹൈ ആണ്, ബട്ട് റിലേറ്റീവ്ലി ചീപ്പറായിട്ടുള്ള ലിക്കർ നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. ഓക്കെ, റിലേറ്റീവ്ലി ചീപ്പറായിട്ടുള്ള ലിക്കർ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ആൽക്കഹോൾ ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എലമെൻ്റ് കൂടെ കൊണ്ടുവരേണ്ടത്. നമുക്ക് എന്തില്ല, നമുക്ക് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ സോഷ്യൽ ഡ്രിങ്കിങ്ങോ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങോ പറഞ്ഞ സംഭവമില്ല. നമുക്ക് പിന്നെ ഫോളോ ചെയ്യുന്നത് എന്താണ്? ബിഞ്ച് ഡ്രിങ്കിങ് ആണ്. എന്താ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്? എന്നുവെച്ചാൽ കുപ്പി തീരുന്നതാണ് നമ്മുടെ കണക്ക്. വെള്ളം അടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കുപ്പി തീരുന്നതാണ് കണക്ക്. അതല്ലാതെ ഇന്ന് 2 എണ്ണം കഴിച്ചാൽ ഇന്ന് 3 എണ്ണം കഴിച്ചാൽ എന്നിട്ട് മാറ്റി വെച്ചിട്ടില്ല, ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന കുപ്പി മുഴുവൻ തീർന്നു, നാളത്തേക്കുള്ള വേറെ കുപ്പി മേടിക്കുക എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ്. അപ്പം ആ ഒരു ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മേജർ ഇഷ്യൂ ആണ്. പിന്നെ ഈ ബോയ്ഹുഡിൽ നിന്നും മാൻഹുഡിലേക്കുള്ളൊരു കൺവേർഷൻ അല്ലേ, അവിടെ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ചില എലമെൻറ്റുകളാണ്. ഒന്ന് സിഗരറ്റ് സ്മോക്കിംഗ്, അത് രണ്ടാമത്താണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോക്സിക് എന്ന് വേണ്ട, ഒരു മസ്കുലിനിറ്റിയുടെ ഒരു എലമെൻ്റ് ആയിട്ടും പലപ്പോഴും ആൾക്കാർ ആൽക്കഹോളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, അപ്പം ചീപ്പ് ലിക്കറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നെറ്റ് ഡിസ്പോസിബിൾ ഇൻകം റിലേറ്റീവ്ലി ഹൈ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഗവൺമെൻറ് എന്താ ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് ചോദിക്കുമ്പം ഗവൺമെൻറ് ആൽക്കഹോളിനെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയാമോ? അപ്പം ആരാണ് ആൽക്കഹോളിസം തടയുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കേണ്ടത്? ഗവൺമെൻറ്റാണ്. ആരാണ് ആൽക്കഹോൾ വിൽക്കുന്നത്? ഗവൺമെൻറ്റാണ്. ശരിക്കും ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി മറ്റൊരു എൻറ്റിറ്റി ശ്രമിക്കുക എന്ന് പറയുന്ന പോലെ. അപ്പം അത്
ഒരിക്കലും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് സീസ് ആൽക്കോഹോൾ ആസ് എ മേജർ സോഴ്സ് ഓഫ് ഇൻകം. പിന്നെ ഗവൺമെൻറ് രണ്ടാമത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കോഹോൾ മേടിക്കുന്ന പ്രോസസ്സ് പണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഇപ്പോൾ ഗവൺമെൻറ് സൂപ്പർ മാർക്കറ്റ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് ആൽക്കോഹോൾ മേടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നോക്കാം പോയിന്റുകൾ. അപ്പം നമ്മൾ ഉത്തരം പറയുമ്പോഴത്തേക്കും ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ റീസൺ ആദ്യം പറയുക, ടോഡി ടാപ്പിങ്ങും നമ്മുടെ ഫെസ്റ്റിവലിൽ എല്ലാത്തിൻ്റെയും പാർട്ടാണെന്ന് ഉള്ളൊരു കാര്യം ആദ്യം പറയുക. പിന്നെ 2, ഈ ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവന്യൂ ഓഫ് റിക്രിയേഷൻ ഇല്ല എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. കേരളത്തിൽ 4 പേര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്ന വെള്ളമടിക്കാനല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഐഡൻറ്റിഫൈ എനി സോഷ്യൽ ആക്ടിവിറ്റി അതർ ദാൻ ഡ്രിങ്കിങ്. അപ്പോൾ കേരളത്തിലെ സോഷ്യൽ അവന്യൂസ് ഭയങ്കര മിനിമലാണ്. അപ്പോൾ അതായത് സോഷ്യൽ അവന്യൂസ് ആൻഡ് സോഷ്യൽ റിക്രിയേഷണൽ പോസിബിലിറ്റീസ് ഭയങ്കര മിനിമലാണ്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ ലീഡിങ് ടു ആൽക്കോളിസം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഞ്ച് ഡ്രിങ്കിങ്ങിൻ്റെ ഇഷ്യൂസ്. പിന്നെന്തായിരുന്നു, ഗവൺമെൻറ് ഇതിനെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബെവ്ക പോലുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ട് കുറേ കൂടി ചീപ്പറായിട്ട് ലിക്കർ അവൈലബിൾ ആക്കിയത്. ഓക്കെ, ഇതൊക്കെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ലോക്ക്ഡൗൺ വന്ന സമയത്ത് ജനങ്ങൾക്ക് മദ്യം കിട്ടാതിരിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ് അതിനുവേണ്ടി ആപ്പ് വരെ ഇറക്കുന്നത്. അപ്പം ദ ഗവൺമെൻറ് ആക്ച്വലി സീസ് ഇറ്റ്സ് ആസ് എ സോഴ്സ് ഓഫ് ഇൻകം. ഓക്കെ, അപ്പം പിന്നെ ഈ മസ്കുലിനിറ്റിയുടെ എലമെൻറ്റും കൂടെ നമുക്ക് അതിൽ ഐഡൻറ്റിഫൈ ആവേ. അപ്പം ഇത്രയും പോയിന്റ് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ ആൽക്കോളിസം അങ്ങനെ ഹൈ ആവാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ലോ, സൊല്യൂഷൻ പറയണ്ടേ? എന്താണ് സൊല്യൂഷൻ? ആൽക്കോളിസം തടയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആൽക്കോളിസം തടയാനായിട്ട് ഒന്നാമത് എല്ലാവരും പറയാൻ പോകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ലെറ്റ്സ് അബോളിഷ് ഇറ്റ്. നമ്മൾ അരാക്ക് ചാരായം പണ്ട് അബോളിഷ് ചെയ്തു. അബോളിഷ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഒരു നല്ല സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ചാരായം അബോളിഷ് ചെയ്തപ്പോഴത്തേക്കും പ്രോഹിബിറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമിൾട്ടേനിയസ്ലി സ്പ്യൂരിയസ് ലിക്കേഴ്സ് ഉണ്ടായി. ഇഷ്ടംപോലെ ആൾക്കാരുടെ കണ്ടും കാതുമൊക്കെ അടിച്ചുപോയി. അപ്പം നമ്മൾ പ്രൊഹിബിഷനിലേക്ക് ലീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഡിമാൻഡ് സപ്ലൈ ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഡിമാൻഡ് സപ്ലൈ ഇക്വേഷൻ്റെ അകത്ത് പ്രൊഹിബിഷനിലേക്ക് ചെല്ലുവാണെങ്കിൽ നമ്മൾ സപ്ലൈ സൈഡ് മാത്രം കട്ട് ചെയ്തു. പക്ഷെ ഡിമാൻഡ് ഇപ്പോഴിങ്ങനെ ബർജൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ഇല്ലീഗൽ മീൻസിൽ കൂടെ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇല്ലീഗൽ മീൻസിൽ കൂടെ വരും. അപ്പം അത് നമുക്ക് യാതൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനായിട്ട് ആരും ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുന്ന പോയിന്റായിട്ട്? പോയിന്റ് ഒന്നുമില്ലേ ഇല്ലാണ്ടാക്കാൻ? പിന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. സറഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അറിയാവോ? ഈ ആൽക്കോള് പിന്നെ പോലുള്ള ചില സാധനങ്ങൾ ഡയറക്റ്റ്ലി അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അതിന് പകരം സറഗേറ്റ് അഡ്വർടൈസ്മെന്റ്സ് വരും. CD, വെള്ളം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് സറഗേറ്റ് അഡ്വർടൈസ്മെന്റ് വരും. അപ്പോൾ സറഗേറ്റ് അഡ്വർടൈസ്മെന്റിൽ ആ ബ്രാൻഡ് മാത്രം, ആ പേര്, സാധനം ഇവർ പ്രൊമോട്ട് ചെയ്തില്ല. ഏതായാലും നല്ലൊരു അഡ്വർടൈസ്മെന്റ് കൊണ്ടുവന്നിട്ട് ദേ വിൽ ആക്ച്വലി ട്രൈ ടു പ്രൊമോട്ട് ദാറ്റ് പർട്ടിക്കുലർ ബ്രാൻഡ്. അപ്പം അത് നമ്മുടെ നാട്ടിലൊരു മേജർ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. അതായത് ആൽക്കഹോൾസിൽ നിന്ന് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു പോയിന്റ് ഞാൻ മിസ് ചെയ്ത് പോയതാണ്. നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള ഇഷ്യൂസ് പറയാം. പ്രൊഹിബിഷൻ ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ള കാര്യം പറയാം. പിന്നെന്താ പറയാൻ പറ്റുന്നത്? കേരളത്തിൽ ആൽക്കഹോളിസം തടയണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെതിരെ ഒരു സ്ട്രോങ് അവയർനെസ് ക്യാമ്പയിൻ ഉണ്ടാവണം ആൽക്കഹോളിസത്തിൻ്റെ. രണ്ടാമതായിട്ട് ആൽക്കഹോളിസം ഒരു പ്രോബ്ലം, അതായത് അതൊരു ഡിസീസാണ് എന്നും ആ ഡിസീസിന് ഗവൺമെൻറ് തലത്തിൽ നിന്നുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നല്ല, അതിനൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് റിക്വയർമെൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അതിനുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യണം. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസീസ് തന്നെയാണ്, മെൻ്റൽ ഫിസിക്കൽ ഡിസീസാണ്. അത് വേണ്ടാന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും പറ്റാത്ത ഒത്തിരി അധികം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു ടേക്ക്. അപ്പം അത് ഒരു ഡിസീസാണ്, അത് അഡ്രസ്സ് ചെയ്യേണ്ട പോലെ തന്നെ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ മെഷേഴ്സും കാര്യങ്ങളും നമ്മൾ എടുക്കണം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ആ പോയിന്റ് നമുക്ക് കൊണ്ടുവരാം.
പിന്നെ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? അവയർനെസ് ക്യാമ്പയിൻ കൊണ്ടുവരുന്നത് പറയാൻ പറ്റും. പിന്നെ ചീപ്പർ ലിക്കറിൻ്റെ അവൈലബിലിറ്റി പതുക്കെ പതുക്കെ കുറയ്ക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു പോയിന്റ് പലരും പറയാറുള്ളതാണ്, അത് ഡബിൾ എഡ്ജ്ഡ് പോയിൻ്റാണ്. അതുകൊണ്ട് നിങ്ങളത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ ലോ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള ഡ്രിങ്ക്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് എന്തുകൊണ്ടാണ് ഡബിൾ എഡ്ജ്ഡ് ആയെന്ന് പറയാമോ? അല്ലെങ്കിൽ ആ പോയിന്റിന് എന്താ പ്രശ്നം എന്ന് പറയാമോ? JK പറഞ്ഞ പോയിന്റ് ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാൻ പറയാവേ. ഇപ്പം പറഞ്ഞ ആർഗ്യുമെന്റ് പറയാം. അതായത് ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞ ഡ്രിങ്ക്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വിൽ പ്രൊമോട്ട് മോർ ബിഞ്ച് ഡ്രിങ്കിങ്. കരിഷ്മ, അതിനെക്കാട്ടിയും പ്രശ്നം എന്താണെന്നറിയാം. ഇപ്പം കേരളത്തിൽ ഇപ്പം യു ഗോ ടു ബെവ്കോസ് എനി ഓഫ് ദ ഔട്ട്ലെറ്റ് ആൻഡ് യു ട്രൈ ടു ബൈ ബ്രീസേഴ്സ്. ഇവിടെ ഇരിക്കുന്നവർക്ക് ബ്രീസേഴ്സ് അല്ല എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ബ്രീസേഴ്സ് എന്ന് പറയുന്നത് അതായത് 4% മാത്രം ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മോക്ടെയിൽസിനെയാണ് നമ്മൾ ബ്രീസേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. നോർമലി വുമൺ പിന്നെ ചിൽഡ്രൻ കഴിക്കാൻ പാടില്ല, ബട്ട് ചിൽഡ്രൻ ആൻഡ് വുമൺ കഴിക്കുന്നതാണ്. അതല്ല, അതായത് അവർ മാത്രം കഴിക്കാൻ പാടുന്നൊന്നുമില്ല. ഒത്തിരി ആൽക്കഹോൾ കണ്ടന്റിനോട് താല്പര്യമില്ലാത്ത പലരും കഴിക്കുന്ന ഒരു ഡ്രിങ്കാണ് ബ്രീസേഴ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും സോഷ്യൽ പാർട്ടി പോലുള്ള സ്ഥലങ്ങളിലേക്ക് യൂസ് ചെയ്യാറില്ല. കേരളത്തിൽ ബ്രീസേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മാറിയെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ അവൈലബിൾ അല്ല. അപ്പം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇവർ ബ്രീസേഴ്സ് അവൈലബിൾ ആക്കാത്തത്? കേരളത്തിൽ ബ്രീസേഴ്സ് അവൈലബിൾ ആക്കാത്തത് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പോളിസി അനുസരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഈ പോളിസിയിലേക്ക് എത്തിയത്. സോ ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ലോ ആൽക്കഹോൾ കണ്ടന്റുള്ള ഇതുപോലുള്ള ഡ്രിങ്കുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് എന്താണ്? എൻട്രി ഡ്രിങ്ക്സ് ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ എൻട്രി ഡ്രഗ് എന്നൊക്കെ പറഞ്ഞുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്, ഇപ്പം ഡ്രിങ്കിങ്ങിന് ഒരു ബാഡ് ഹാബിറ്റായിട്ട് വിളിക്കണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എൻട്രി ലെവലിൽ നിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ എൻട്രി ലെവൽ ഡ്രഗ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എൻട്രി ലെവലായിട്ടുള്ള ഡ്രിങ്ക് ഇതുപോലെ ബ്രീസസ് പോലുള്ള സാധനങ്ങൾ അവൈലബിൾ ആവുകയാണെങ്കിൽ ദാറ്റ് വുഡ് ആക്ച്വലി എന്താ പറയുന്നത്, കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് തിരിയാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ബ്രീസേഴ്സ് വഴി ആയിരിക്കും ആൽക്കഹോളിസത്തിലേക്ക് തിരിയുന്നതെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ടാണ് പലരും കേരളത്തിൽ ശരിക്കും ബ്രീസേഴ്സ് അവൈലബിൾ അല്ലാത്തതെന്നാണ് പറയുന്നത്. വാട്ട് എവർ ബി ദ പോയിന്റ്, ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ലെവൽ ഡ്രിങ്കാണ് ഈ ലോ കണ്ടന്റ് അല്ലെങ്കിൽ ലോ ആൽക്കഹോൾ കണ്ടന്റുള്ള ഡ്രിങ്ക്. ഇതിൽ JK ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് സജഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളർ ബോട്ടിൽസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അതൊരു നല്ലൊരു ഒരു സജഷനാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതിന് നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ 1 ലിറ്ററിൻ്റെ ബോട്ടിലൊന്നും കിട്ടത്തില്ല. നമ്മുടെ ഇവിടെ ഈ ചീപ്പറായിട്ടുള്ള ലിക്കേഴ്സ് 1 ലിറ്റർ 2 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിൽ കിട്ടും. അത് ഗവൺമെൻറ് ഇങ്ങനെ പതുക്കെ ഫുൾ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പം സ്മോളർ ബോട്ടിൽസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയോടെ കുറച്ച് ആൽക്കഹോൾ അല്ലെങ്കിൽ ആ ഡ്രിങ്ക് അത്രയോടെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ഫാക്റ്റാണ്. ഓക്കെ, പ്രൊവൈഡിങ് ന്യൂ അവന്യൂസ് ഫോർ സോഷ്യലൈസിങ് എക്സ്ട്രാ. ഫോർ എക്സാമ്പിൾ ബിയർ ഗാർഡൻസ് കൺസെപ്റ്റ് ഇൻ ജയകൃഷ്ണൻ. അതായത് ഈ സോഷ്യലൈസിങ് അവന്യൂസ് പല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ബിയർ ഗാർഡൻ പറയുന്നത് പോലെയൊക്കെ തന്നെ ഇപ്പം ആൾക്കാർക്ക് വൈൻ കുടിച്ചുകൊണ്ട് പെയിൻറ് ചെയ്യാനായിട്ട്, വൈൻ കുടിച്ചുകൊണ്ട് സിനിമ, അങ്ങനെ അതായത് ഈ വൈൻ എന്ന് പറയുന്നത്, അതായത് ഈ സോഷ്യൽ ഡ്രിങ്കിങ് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ കൺസെപ്റ്റുകളൊക്കെ പല യൂറോപ്യൻ നേഷൻസിലും ഉണ്ട്. അപ്പം നമുക്ക് അതുപോലുള്ള സജഷൻസ് ഒക്കെ പറയാൻ മുന്നോട്ട്. അപ്പം ഐഡിയലി ഈ ആൽക്കഹോൾ ഡ്രിങ്കിങ് ഒരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു മേജർ ഇഷ്യൂ തടയുന്നതിന് വേണ്ടിയിട്ട് അതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്കൊരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി പോലുള്ള സംവിധാനം കൊണ്ടുവരികയും ചെയ്യണം. സൈമൾട്ടേനിയസ്ലി സോഷ്യൽ ഡ്രിങ്കിനെ പോലുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം. പിന്നെ ഈ ലോ ഇൻകം ഗ്രൂപ്പ് ആൾക്കാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യണം. ഇപ്പം കേരളത്തിൽ പണിയെടുക്കുന്ന ഒരു ബംഗാളിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ശരിക്കും നല്ല പണിയായിരിക്കും, ബട്ട് ഹി വിൽ ബി ഏണിങ് 800 to 1000 rupees പെർ ഡേ. 5 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ 10-25,000, 5 ദിവസം ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-25,000 രൂപ അല്ലെങ്കിൽ 20,000 to 25,000 അദ്ദേഹത്തിന്, അതായത് ബംഗാളിൽ നിന്ന് പറഞ്ഞത് തെറ്റായിപ്പ്, ഞാൻ പറയുന്നത് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു, അതായത് ചെറിയ നോൺ മലയാളി ഈ ഒരു വർക്കറെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കൺസിഡറബിൾ എമൗണ്ട് ആണ്.
നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടി. അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ബ്ലൂ കോളറിൽ ജോലി ചെയ്യുന്ന പലർക്കും ഒരു ഇവരുടെ കയ്യിൽ ഈ പൈസ ഇരിക്കുമ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് പലപ്പോഴും ഡൗട്ട്ഫുള്ളാണ്. അപ്പോഴും ഇവർ ഐഡിയലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീട്ടിക്കഴിഞ്ഞ് ബാക്കി കയ്യിൽ ഒരു 200-300 രൂപയുണ്ടെങ്കിൽ അതിന് വെള്ളമടിക്കുക, അല്ലെങ്കിൽ അത് ലിക്കർ മേടിക്കുക എന്ന് പറയുന്നത്. അപ്പം ഗവൺമെൻറ് അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്ര ചീപ്പർ കോസ്റ്റിലും സാധനങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ഓക്കെ, ശരി. ഒരു ചോദ്യം കൂടെ. അടുത്തത്, കേരളത്തിൽ സൂയിസൈഡ് ഭയങ്കര ഹൈ ആണ്. കേരളത്തിൽ സൂയിസൈഡ് റേറ്റ് റിലേറ്റീവ്ലി ഭയങ്കര ഹൈ ആണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ സൂയിസൈഡ് റേറ്റ് ഇത്ര ഹൈ ആയിട്ടിരിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് ആസ്പിറേഷണൽ മിസ്മാച്ച് ആണ്. കേരളത്തിലെ പിള്ളേർ, അതായത് നമ്മുടെ പഴയ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോമിനൻ്റ് എലമെൻ്റാണ് നമ്മുടെ സൊസൈറ്റിയുടെ, അല്ലേ? അപ്പം 10ഉം 12ഉം ഒന്നുമല്ല, നമ്മൾ ഡിഗ്രിയാണ് ഒരു മിനിമൽ എഡ്യൂക്കേഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡിഗ്രി വരെ പഠിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്ത സമയത്ത് വൊക്കേഷണൽ എഡ്യൂക്കേഷന് ഒരു കൺസിഡറബിൾ എംഫസിസ് നമ്മൾ കൊടുക്കാനായിട്ട് ഫെയിലർ ആയിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് പുറത്ത് വരുമ്പോഴത്തേക്കും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഫെയിൽ ആവുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് ജോലി ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ജോലി എന്ന് പറയുന്നത് കൂടുതലും ഈ ബ്ലൂ കോളറിലുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സെക്ടറിലുള്ള ജോലികളാണ്. ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള യൂത്ത് എന്ത് ചെയ്യുന്നു? റെഡി ആകുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അവർക്ക് ശരിക്കും അൺഎംപ്ലോയിഡ് ആണ്. അവർ ഒത്തിരി പഠിച്ചു, ബട്ട് ദേ ആർ അൺഎംപ്ലോയിഡ് ബിക്കോസ് നോട്ട് പ്രോപ്പർ ജോബ്സ് ആർ ആക്ച്വലി ബീങ് ക്രിയേറ്റഡ് ഓവർ ഹിയർ. കേരളത്തിലൊരു ഭയങ്കര പെക്കുലർ അവസ്ഥയാണ്. ഇത്ര ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ളപ്പോൾ തന്നെ ഏറ്റവും ഒരു ലാർജർ അല്ലെങ്കിൽ ഒരു മേജർ മൈഗ്രേഷൻ നടക്കുന്ന സ്റ്റേറ്റും കൂടെ കേരളം, അല്ലേ? ബംഗാളിൽ നിന്നും അതുപോലെ ഒറീസയിൽ നിന്നും നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റിൽ നിന്നും കേരളത്തിലേക്ക് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ മൈഗ്രൻ്റ് പോപ്പുലേഷൻ ഇവിടെ ജോലി ഉള്ളതുകൊണ്ടല്ല അവർ ഇങ്ങോട്ട് വരുന്നത്. അതാ പറഞ്ഞത്, അൺഎംപ്ലോയ്മെൻറ്റ് ഉള്ളപ്പോൾ തന്നെ മൈഗ്രേഷനും കൂടെ സൈമൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് കേരളത്തിൻ്റെ. കാരണം കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നിരിക്കുന്ന ഇത്തരം ജോലികൾ പ്രധാനമായിട്ടും ബ്ലൂ കോളർ സെക്ടറിലാണ്. ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ യൂത്ത് തയ്യാറാവാത്തതാണ് ഒരു മേജർ ഇഷ്യൂ. ഓക്കെ, തീർന്നില്ല. ആൽക്കഹോളിസം, അപ്പം അത് ആസ്പിറേഷൻ മിസ്മാച്ചിൻ്റെ ഒരു എലമെൻ്റ് ആണ്. പിന്നെന്താ ഇഷ്യൂ? കേരളത്തിലെ സൂയിസൈഡ് കൂടാൻ വേറെന്താ ഇഷ്യൂ? നമ്മുടെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴേ നമ്മുടെ ഫാമിലി സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ, നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസിലേക്ക് മാറുന്നുണ്ടല്ലോ. അപ്പം ഈ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഓൾഡ് ഏജ് വെച്ചാൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, ഈ കൂട്ടുകുടുംബ വിസ്താരത്തിൽ നിന്നും അതായത് ബ്രേക്ക് ഡൗൺ ആയിട്ട് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൾഡർ ജനറേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം അതിവിടെ ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, അപ്പം എക്കണോമിക്കലി ആൻഡ് മെൻ്റലി ഈ ഓൾഡർ ജനറേഷൻ കൊടുത്തിരുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ലാക്ക് ചെയ്യുക. ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ ആണെങ്കിലും അതായത് ഗ്രാൻഡ് പേരൻസ്, അങ്കിൾസ്, ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെൻ്റൽ സ്പിയറിൽ നിന്നുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ, രണ്ടൊരു എക്കണോമിക് സ്പിയറിൽ നിന്നുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഇല്ലാണ്ടാവുന്നതോടുകൂടി ദേ ആർ ആക്ച്വലി ടേണിങ് ഔട്ട് ടു ബി, അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രീം സ്റ്റെപ്സ് എടുക്കുന്നതിലേക്ക് ആൾക്കാർ പോകുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സ്പെൻഡിങ് പാറ്റേൺ ഭയങ്കര ഹൈ ആണ്. ഓക്കെ, നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം നടത്തി കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര ഹെവി സ്പെൻഡിങ് ആണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൺസ്യൂമറിസ്റ്റ് സ്വഭാവമാണ്. എന്തും പുതിയ പുതിയ സാധനങ്ങൾ മേടിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം ദ പ്രോബ്ലം ഇസ് ദാറ്റ് ലൈക്ക് ആൻഡ് അഗെയിൻ മാരേജ് ഹൗസസ് എക്സെട്ര ആർ സീൻ ആസ് ദെയർ സോഷ്യൽ പൊസിഷൻസ്, റൈറ്റ്? അപ്പം മാരേജ് മറ്റൊരെക്കാട്ടും കൂടുതലായിട്ട് നടത്തണം. അപ്പം ദേ ആക്ച്വലി ടേക്ക് മണി ഓൺ ലോൺ ആൻഡ് കണ്ടക്ട് മാരേജ്. അതുപോലെ തന്നെ വീട് വെക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളതിനെക്കാട്ടി വലിയ വീട്. ഓക്കെ, അപ്പോൾ ഇതും ഇവരെ ഡെപ്റ്റ് ട്രാപ്പിലേക്ക് ലീഡ് ചെയ്യുന്നു. ഡെപ്റ്റ് ട്രാപ്പിൽ നിന്ന് സൂയിസൈഡിലേക്ക് പോകുന്നു. പിന്നെ ഒരു റിലേറ്റീവ് ഡിപ്രിവേഷൻ എലമെൻ്റ് ഉണ്ട്. അതായത് കേരളത്തിൽ നിന്നും ഒരു ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാർ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലെങ്കിൽ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് പോയി
മിഡിൽ ഈസ്റ്റിൽ പോയി കഷ്ടപ്പെട്ട് അഗെയിൻ ടാക്സും കാര്യങ്ങളും ഒന്നുമില്ല, അവിടുത്തെ മറ്റേ മണി കൺവേർഷൻ്റെ പോസിബിലിറ്റി ഒക്കെ വെച്ചിട്ട് ദേ ഹാവ് അക്യുമുലേറ്റഡ് വെൽത്ത്. ഓക്കെ, അപ്പം വെൽത്ത് അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിനാരി വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഒരു സോഷ്യൽ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. അപ്പം ഒരേപോലെ ഉണ്ടായിരുന്നവരിൽ ചിലർ ഈ ഗൾഫ് ബൂമിൻ്റെ ബാക്കിയുള്ള സപ്പോർട്ടോട് കൂടി വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുകയും അവർ ഹയർ സോഷ്യൽ പൊസിഷനിലേക്ക് പോവുകയും മറ്റുള്ളവർ താഴേക്ക് പോവുകയും ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന റിലേറ്റീവ് ഡിപ്രിവേഷൻ. അപ്പോൾ some people are seen as successful in life because of the fact that they have accumulated wealth, and some people are seen as failure because they fail to do or they fail to accumulate wealth. അപ്പോൾ ഇവിടെയും ആ റിലേറ്റീവ് ഡിപ്രിവേഷൻ ഉണ്ടല്ലോ, അത് കാരണം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഐഡൻറ്റിഫൈ ദംസെൽഫ് ആസ് എ ഫെയിലിയർ ആൻഡ് ദേ ഹാവ് ഈവൻ ടേക്കൺ എക്സ്ട്രീം സ്റ്റെപ്സ്. പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രശ്നം ഐസൊലേഷൻ ഇൻ ഏജ്ഡ് പോപ്പുലേഷൻ. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഒരു ടാബുവാണ്. ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഒരു ടാബുവാണ് അല്ലേ. ഇപ്പം നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക്, അതായത് ക്ലിനിക്കലി യൂസ് ചെയ്യേണ്ട ടേമുകൾ പോലും നമ്മുടെ ഒരു ഡേ ടു ഡേ എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും അല്ലെങ്കിൽ 35 വയസ്സ് അല്ല ഇവരൊക്കെ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ഡിപ്രഷനിലാണ് ഞാൻ എന്ന് വന്ന് പറയുമ്പോഴത്തേക്കും ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദേ ഹാവ് റിയലി അണ്ടർസ്റ്റുഡ് ഇറ്റ് ഓർ വെദർ ദേ ആർ ടേക്കിംഗ് സീരിയസ് മെഡിക്കൽ സപ്പോർട്ട് ഫോർ ഇറ്റ് ഓർ നോട്ട്. അപ്പം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ടാബ് തന്നെയാണ്. ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും തയ്യാറാവുന്നില്ല. കേരളത്തിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും വരുന്നത് പോലെ തന്നെയാണ് നമുക്ക് മാനസികമായിട്ട് അസുഖം വന്നു കഴിഞ്ഞാലും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനുള്ള അവയർനെസ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അതില്ലാത്തതും എന്താണ് ആത്മഹത്യയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിൽ മാത്രമായിട്ട് കാണുന്നൊരു മറ്റൊരു പെക്യുലാരിറ്റി ഉണ്ട്. എന്താണെന്ന് പറയാമോ? കേരളത്തിൽ മാത്രമായിട്ട് കാണുന്നൊരു പെക്യുലാരിറ്റി, ഇന്ദു പറഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞു, മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം, മനീഷയുടെ ഡെപ്റ്റ് ട്രാപ്പ് ഞാൻ പറഞ്ഞു, ഐസൊലേഷൻ ഓഫ് ഏജ് പോപ്പുലേഷൻ പറഞ്ഞു. ഇനി ഇത് കൂടാതെ കേരളത്തിൽ മാത്രമായിട്ട് കാണുന്നൊരു പ്രത്യേകത, യെസ് മനീഷ കറക്റ്റാണ് മനീഷ, അതായത് നമ്മൾ ഒറ്റയ്ക്ക് ചാവില്ല, ചാവുവാണെങ്കിൽ കൂട്ടത്തോടു കൂടി ചാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ട്രാപ്പിൽ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അഭിമാനക്ഷതം കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പോയി ചാവുകയാണ്. ഓക്കെ, ഇത് കേരളത്തിൽ നടക്കുന്ന സൂയിസൈഡുകളിൽ പല സൂയിസൈഡുകളും ഫാമിലി സൂയിസൈഡുകളായിട്ടാണ് പലപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൂയിസൈഡ് നടക്കേണ്ട അടുത്ത് 3-4 സൂയിസൈഡുകളായിട്ടാണ്, അതായത് ഒരു സിംഗിൾ സൂയിസൈഡ് ആയിട്ടായിരുന്നു സാധാരണ ഒരു സ്ഥലത്ത് നടക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ഫാമിലി സൂയിസൈഡ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് അനദർ റീസൺ ഫോർ ദിസ് ഹൈ ഇൻക്രീസ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നോക്കാം. സൂയിസൈഡിനുള്ള റീസൺസ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ജോബ് ക്രിയേറ്റ് ചെയ്യാത്തത്, ഉള്ള ഒരു ആസ്പിറേഷൻ മിസ്മാച്ച്, പിന്നെ ഗൾഫ് ബൂം പോലുള്ളൊരു സംവിധാനത്തിൽ ചിലർ സക്സസ്ഫുൾ ആവുന്നതും ചിലർ ഫെയിലിയർ ആവുന്നതും കൊണ്ടുണ്ടാകുന്ന ഒരു റിലേറ്റീവ് ഡിപ്രിവേഷൻ, പിന്നെ മറ്റേ ഈ ഏജ്ഡ് പോപ്പുലേഷൻ ഐസൊലേറ്റഡ് ആവുന്നതും അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കിട്ടാതെ പോകുന്നത്, പിന്നെ നമ്മുടെ ഒരു സ്പെൻഡിങ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ ഈ മെൻ്റൽ ഹെൽത്ത് ഇപ്പോഴും ഒരു ടാബുവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, അത് നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ്, പിന്നെ ഈ ഫാമിലി സൂയിസൈഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും സൂയിസൈഡ്സ് കേരളത്തിൽ ഇത്രയധികം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള റീസൺസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. എന്തായിരിക്കും സൊല്യൂഷൻസ്? സൊല്യൂഷൻസിൽ ഒന്നെന്ന് പറയുന്നത് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഒന്ന് നമ്മളോട് സംസാരിച്ച് പറഞ്ഞു, ഹീസ് വർക്കിംഗ് ഇൻ അസാപ്പ്. അദ്ദേഹം പറഞ്ഞ അസാപ്പിൻ്റെ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് ഒരു പയ്യനെ സ്കില്ല് ചെയ്ത് പുറത്തേക്ക് ഇറക്കി, ഇലക്ട്രീഷ്യനായിട്ട് സ്കില്ല് ചെയ്തു. അവന് ജോലി കാര്യങ്ങളൊക്കെ ഇവർ പ്ലേസ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ബട്ട് ഹീസ് നോട്ട് റെഡി ടു ഗോ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ് ബിക്കോസ് ഹീസ് എ ഗ്രാജുവേറ്റ് ആൻഡ് ഹീസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. ഞാൻ പറഞ്ഞത് ബിക്കോസ് ദ സൊസൈറ്റി സീസ് ദ ബ്ലൂ കോളർ ജോബ് ഇൻ എ വെരി 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 മീനിയൽ വേ. അപ്പം സൊസൈറ്റിയുടെ ഈ ഒരു ആസ്പെക്ട് ചേഞ്ച് ചെയ്യാത്തടത്തോളം കാലം ബ്ലൂ കോളർ ജോബ്സ്, അതായത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബ്ലൂ കോളർ ജോബ്സിലേക്ക് ആൾക്കാരില്ലാണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് മെക്കാനിസംസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക. പിന്നെ ഗവൺമെൻറ് ഓൾറെഡി തന്നെ പലയിടത്തും സൂയിസൈഡൽ ഹെൽപ്പ് ലൈൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരിക. പിന്നെ ദർ ഷുഡ് ബി കൗൺസിലേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ് ഇൻ എവറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാരണം ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒക്കെ പല ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്നത് സ്കൂളിൻ്റെ സമയം തൊട്ടിട്ടായിരിക്കും.
അപ്പോൾ ആ സമയം തൊട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം എൻഷുർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലാതെ എന്തെങ്കിലും സ്പെസിഫിക് സജഷൻസ് പറയാനുണ്ടോ? എനിത്തിങ്? ജയകൃഷ്ണൻ്റെ ഒരു ആർഗ്യുമെന്റ്, അതായത് റെസ്പോൺസിബിൾ റിപ്പോർട്ടിംഗ് ബൈ മീഡിയ റാദർ ദാൻ സെൻസേഷണലൈസിങ് സൂയിസൈഡ്. അപ്പം അതൊരു സംഭവമാണ്. ബട്ട് അഗെയിൻ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഷുഡ് പ്ലേ ദ റോൾ ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അപ്പം മീഡിയ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പം ആ സൂയിസൈഡിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടെങ്കിൽ അയാളെ വെളിച്ചത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിലേക്ക് അഡ്രസ്സ്. പക്ഷെ പലപ്പോഴും അതായിരിക്കത്തില്ല സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻസേഷനലൈസേഷൻ, അതായത് ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഓക്കെ സെൻസേഷനലൈസേഷൻ പ്രശ്നമാണെന്നുള്ളത്. ആൽക്കോളിസം, ഏലിനേഷൻ ഡ്യൂ ടു ഗൾഫ് ജോബ്സ് റീസൺസ് ആയിക്കൂടെ. ഈ ഏലിനേഷൻ ഡ്യൂ ടു ഗൾഫ് ജോബ് എന്ന് ഉദ്ദേശിക്കുന്നത് ജോലി അങ്ങോട്ട് പോയത് കൊണ്ട് ഇവിടെ ഒറ്റയ്ക്കായി പോകുന്നു എന്നുള്ളതിലാണോ? ആൽക്കോളിസം വേണം സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. അതാണ് ഞാനത് ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് റീസൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. അതായത് ഏലിനേഷൻ ഡ്യൂ ടു ഗൾഫ് ജോബ്. പക്ഷേ എനിക്കൊന്ന് അതിനെക്കാട്ടി സ്ട്രോങ്ങർ ആയിട്ടുള്ള നമ്മളൊരു 5-6 റീസൺസ് ഐഡന്റിഫൈ ചെയ്തില്ലേ. ഇതെന്താണെന്നറിയാം, ഇപ്പം ഞാനൊരു 6-7 പോയിന്റ് വെച്ചിട്ട് ഓരോന്നിനും നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ഇത്രയും പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ ഒരു 4-5 എണ്ണമായിരിക്കും പറയാൻ പറ്റും. അപ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫാക്ട്. ഓക്കെ, ഫൈൻ. അതെ, നമ്മുടെ ഈ സെഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ ഞാൻ വൈകുന്നേരം വെച്ചതിൻ്റെ ലോജിക്ക് ഞാൻ ആദ്യം പറയാം. നിങ്ങൾ പകൽ പല സ്ഥലങ്ങളിൽ മോക്ക് ഇൻ്റർവ്യൂസോ 1-on-1സോ ഇപ്പോൾ ഇവിടെ തന്നെ 1-on-1സും ഡാറ്റ അനാലിസിനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പം പകൽ നിങ്ങൾ കംഫർട്ടബിൾ ആക്കി നിങ്ങൾ 6 മണിക്കൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ 6 തൊട്ട് 7:30 വരെ ഒരു സെഷൻ. നമ്മുടെ സെഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എടുക്കുക, കഥകൾ പറയുന്നതിന് പകരം 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ പോയിന്റുകൾ പറയുക. അതിനെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. കാരണം പോയിന്റുകൾ എങ്ങനെ നമ്മുടെ ചോദ്യമായിട്ട് കണക്ട് ആവുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. അത് പറയുക. ഡൺ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. അങ്ങനെ അപ്പം ഇങ്ങനെ ഒരു 2-3 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ കുറേ ഇഷ്യൂസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഞാൻ എക്കണോമിക് ഇഷ്യൂസിലേക്ക്, ആ റെമിറ്റൻസ് ബേസ് ചെയ്ത എക്കണോമിക് കേരള മോഡൽ ഓഫ് അതിലേക്ക് ഞാനല്ലെങ്കിൽ ഒരു കൺസർബിൾ ആയിട്ടുള്ള വേറെ ആളുടെ ഒരു ക്ലാസ് ആണെങ്കിലും ഉണ്ടാവും. അപ്പം നമുക്ക് അടുത്തത് സോഷ്യൽ ഇഷ്യൂസ് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പൊട്ടൻഷ്യൽസ്, കേരളത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടൂറിസം പോലുള്ള മറ്റ് ഡൊമൈൻസും അതെങ്ങനെ ആൻസർ ചെയ്യണമെന്നുള്ള പോയിന്റുകൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ 6 തൊട്ട് 7 വരെ വെക്കുന്നതോടുകൂടി നിങ്ങളുടെ ഒത്തിരി സമയം വേസ്റ്റ് ആവാതിരിക്കലാണ്. ബട്ട് സിൻസ് നോമ്പൊക്കെ തുടങ്ങിയതുകൊണ്ടും ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പീപ്പിൾ. നമുക്കത് ചിലപ്പോൾ ഒരു 5 to 6:15 ടൈമിൽ, 5 to 6:15 അങ്ങനെ ഏതെങ്കിലും ടൈമിലേക്ക് മാറുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? ഇപ്പോൾ ഇതുപോലെ ഒരു സെഷൻ അല്ല 2 സെഷനും കൂടെ കൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന കേരളത്തിലെ മേജർ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. ഈ നമ്മളെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവരുമ്പോഴേ, ഇപ്പം ഞാനും നമ്മൾ എക്സ്പേർട്ടൊന്നും അല്ല. നമ്മളാകെ എക്സ്പേർട്ട് എന്ന് വെച്ചാൽ നമ്മളാകെ കണ്ടിരിക്കുന്നത് വെച്ചാൽ കുറേ ട്രാൻസ്ക്രിപ്റ്റുകൾ കണ്ടിട്ടുണ്ട്, കുറേ കുട്ടികൾ നമ്മുടെ അടുത്തുനിന്ന് വന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് കുറേ ഉത്തരങ്ങൾ, പോയിന്റുകൾ ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ സെഷൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് is to make sure that you don't waste too much of time and you get considerable amount of points for your answers. ഒരു എക്സ്പേർട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അദ്ദേഹം വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കും. ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീനിയൻസ് ഉണ്ടാകും. അപ്പം നമുക്ക് മിനിമം പൊളിറ്റിക്കൽ ലീനിങ് ആണ് നമ്മൾ എപ്പോഴും പറയുമ്പോഴത്തേക്കും 2 പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ഫേവറബിൾ ആകുന്ന എല്ലാം അതിന് പോസിറ്റീവ് ഡയമെൻഷനിലായിരിക്കും ആൻസേഴ്സ് കാണാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? ഈ വീക്കിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ 2ാമത്തെ സെഷനുണ്ട്. സർ, ക്യാൻ യു ഫോം എ ഗ്രൂപ്പ് ആൻഡ് പൂൾ ക്വസ്റ്റ്യൻസ് വിച്ച് ക്യാൻ ബി അഡ്രസ്ഡ് ഇൻ ദ സെഷൻസ്? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ സെയിം ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ സെയിം ഗ്രൂപ്പിലേക്ക് ഞാൻ ഈ കേരള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പൂള് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ളതാണ്. ഭയങ്കര എക്സ്റ്റെൻസീവാണ്. ഞാനത് ഷെയർ ചെയ്ത് തരാം. 5 ഗ്രൂപ്പിലേക്കാണ്. എനിക്കൊന്ന് 5 ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നല്ലോ. അപ്പം ഞാൻ ആ ഗ്രൂപ്പിലേക്ക് തന്നെ ഇടാം. ഓക്കെ, ഓറൽസ് സ്മോളർ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? സ്മോളർ ഗ്രൂപ്പ്സ് ഒത്തിരി ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരുന്നു അപ്പം ഞാനായിട്ട് അത് ചെയ്യാത്തത്. ഇഫ് യു പീപ്പിൾ, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഗിവ് യു ദ ക്വസ്റ്റ്യൻ, യു ക്യാൻ ഫ്രെയിം ആൻസേഴ്സ് ഫോർ ദാറ്റ് ഓൾസോ. ഓക്കെ, വി ക്യാൻ ഡു ദാറ്റ്. സാറ് ഈ കേരളമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാവും. തീർന്നിട്ടില്ല. നമ്മൾ
നമ്മൾ മാക്സിമം കാര്യങ്ങൾ സമയം കളയാതെ പറയാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. യെസ് സർ. അതുകൊണ്ടാണ് മാത്രം 1.5 മണിക്കൂർ കൂടുതൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയും പിരി പോകും. ഓക്കെ സാറ്, പിന്നെ ഇന്റർവ്യൂ എന്റേത് 28 ഏപ്രിൽ ഈ മാസം. നീ പോയിട്ടില്ലേ? ഞാൻ ഡൽഹിയിലായിപ്പോ ഉള്ളത്. എത്തി. അപ്പൊ നമുക്ക് സൂമിൽ ചെയ്യാം, കാരണം അവനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ കേരളം അതിനു മുമ്പ് കിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ സർ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സാർ ഇതുപോലെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തൊരു സെഷൻ തരണം, അല്ലെങ്കിൽ ഇൻ്റെ ഇഷ്യൂ ഇങ്ങനെ നമുക്ക് എടുക്കണം, ഈ ഇഷ്യൂ ഇങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. അപ്പം ഞാൻ അതിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് സ്റ്റഡിയെക്കാട്ടി ഉപരിയായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന 5-8 പോയിന്റുകൾ തരും. അത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്കത് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പഠിക്കുകയൊക്കെ ചെയ്യാം. പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഒന്നും ആയിട്ടല്ല നമ്മളിത് സംസാരിക്കുന്നത്. 3-4 തവണ പോയിട്ടുള്ളതും അവരിങ്ങനെയൊക്കെയാണ് നമ്മളെ പെർസീവ് ചെയ്തിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാതെ അഡ്രസ്സ് ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷാൽ വി വൈൻഡ് അപ്പ് ടുഡേ സെഷൻ? ഓക്കെ ഫൈൻ. അപ്പം നെക്സ്റ്റ് സെഷൻ്റെത് ഞാനത് നാളെ വിഷു ആണ്. മറ്റന്നാൾ വൈകുന്നേരം നമുക്ക് ഇതുപോലൊരു സെഷൻ ഉണ്ട്. ഇതല്ല, വേറൊരു സെഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഷെഡ്യൂൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളത്. സോ വിഷുവിൻ്റെ അന്നില്ല, വ്യാഴം വെള്ളി. ഇറ്റ് വിൽ ബി എയ്തർ ഓൺ തേഴ്സ്ഡേ ഓർ ഫ്രൈഡേ. ഞാനത് ഗ്രൂപ്പിൽ അടുത്ത ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഫൈൻ, ടൈം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മറ്റ് കേരള ഇഷ്യൂസും ടൂറിസം പോലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതും ആ ക്ലാസ്സിൽ നമുക്ക് കാണാം. വേറെ എന്തെങ്കിലും, എനിത്തിങ് എൽസ് യു വാണ്ട് ടു സജസ്റ്റ് ഓർ ടെൽ? ഒന്നുമില്ല, സാർ നിർത്തിയാൽ പോയി ഭക്ഷണം കഴിക്കായിരുന്നു ഞങ്ങൾക്ക് അല്ലേ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ടു സീ ഓൾ ഓഫ് യു. എല്ലാവരും ശ്രദ്ധിക്കുക, 165 മുകളിൽ മാർക്ക് മേടിക്കാതെ ആരും ഇൻ്റർവ്യൂ നല്ലവണ്ണം പെർഫോം ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. 165 തന്നെ 165 to 172 എന്ന് പറയുന്നതിന് ബിലോ ആവറേജ് ആയിട്ടും 172 എന്ന് പറയുന്നതിന് ആവറേജ് മാർക്കായിട്ടും എനിത്തിങ് അബവ് 180 ആണ് കൺസിഡറബിളി ഗുഡ് മാർക്കായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ്? 165 to 170, അതായത് 172 വരെ ബിലോ ആവറേജ്, 172 to 180 ആവറേജ്, അല്ലെങ്കിൽ ആവറേജ് കുറച്ച് 180 അബവ് ആണെങ്കിൽ യു സ്കോർഡ് ഗുഡ് മാർക്സ് എന്ന് പറയാം. അതിനുള്ള എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. സോ ഷാൽ വി വൈൻഡ് അപ്പ് ദ സെഷൻ? താങ്ക് യു. ഹാപ്പി ലേണിംഗ്.